ഈ ദിവസങ്ങളിൽ ദൈവസിംഹാസനം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ചുരുക്കമായി പങ്കിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. இந்த நாட்களில் தேவனுடைய சிங்காசனத்தை குறித்து சுருக்கமாக அதற்கு விளக்கத்தை கொடுக்க கர்த்தருக்குள் வாஞ்சிக்கிறேன். വളരെ വിസ്തൃതവും വിശാലവുമായ ഒരു വിഷയമാണ് ത്രോൺ ഓഫ് ഗോഡ്, ദൈവസിംഹാസനം. மிகவும் முக்கியமானதும் விவரித்து சொல்லக்கூடியதான மிகவும் முக்கியமான ஒன்றாயிருக்கிறது தேவனுடைய சிங்காசனம். അന്ന് യോഹന്നാനെ വിളിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ വിളിക്കുകയാണ്, ഇവിടെ കയറി വരിക, സിംഹാസനത്തെ കാണിച്ചു തരാം. அன்றைக்கு யோவானை அழைத்த தேவன் இன்றைக்கு இரவில் அழைத்து சொல்லுகிறார், இங்கே ஏறி வா, സിംഹാസനത്തെ കാണിച്ചു തരുമ്പടി. പളുകൽ നിവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഇവിടെ കയറി വരിക. பழுகிரின் குடிகளை நாங்கள் அழைக்கிறோம், இங்கே ஏறி வா. മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു തരാം. ഇവകൾക്ക് പിൻപ് സമ്മതിക്ക വേണ്ടിയവളെ കാണിച്ചു തരുവേൻ. എല്ലാം കാണിക്കാൻ സമയമില്ല, ഒരു വിഷയം മാത്രം. എല്ലാവற்றையும் കാണിക്കാൻ നേരമില്ല, ഒരേ ഒരു കാര്യത്തെ കാണിക്കണം. ദൈവസിംഹാസനത്തെ കാട്ടിത്തരാം. ദൈവസിംഹാസനത്തെ കാണിച്ചു തരലാം. നിങ്ങൾ ശബ്ദം കേട്ട് കയറി വന്നാലും ആത്മാവിലായില്ലെങ്കിൽ ഇത് കാണാൻ പറ്റുകയില്ല. இந்த சத்தத்தை கேட்டு நீங்கள் இங்கே கடந்து வந்தாலும் நீங்கள் ஆவிக்குள்ளாகாவிட்டால் இந்த சிங்காசனத்தை தரிசிக்க முடியாது. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായപ്പോഴാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. യോവാൻ ആവിക്കുള്ളാന പൊഴുതുതാൻ പരലോകത്തിൽ തിരക്കപ്പെട്ട വാസലെ കണ്ടാൻ. ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്നവർ ആത്മാവിലാകുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അழைப்புக்கு ഇണങ്ങി വരക്കൂടിയവர்கள் ஆவிக்குள்ளானால் மட்டுமே இதை தரிசிக்க முடியும். സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. പരലോകം ഉங்களுக்காக திறக்கப்படும். ആരും അടയ്ക്കാത്തൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. யாரும் அடைக்காதான வாசல் உங்களுக்காக திறக்கப்படும். ദൈവിക സിംഹാസനത്തിന്റെ ദർശനം നിങ്ങൾക്കുണ്ടാകും. தேவனுடைய அந்த സിംഹാസനത്തിനുடைய ദർശനം ഉങ്ങൾക്കുണ്ടാകും. ദൈവ സിംഹാസനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ പ്രധാനമായി അതിനെ നാലായി തിരിച്ചു പഠിക്കാം. தேவனுடைய சிங்காசனத்தை குறித்து கற்றுக்கொள்ளும் பொழுது மிக முக்கியமாக அதை 4 പകുതിயாக பிரித்து പഠിக்கலாம். ഒന്ന്, ന്യായവിധിക്കായി സ്ഥാപിക്കപ്പെടുന്ന ദൈവസിംഹാസനം. முதலாவது ന്യായത്തീർപ്പുക്കാக ആയത്തമാക്കக்கூடிയതാണ് സിംഹാസനം. 2, ഈ ഭൂമിയിൽ മനുഷ്യൻ ഇരുത്തപ്പെടുന്ന ആത്മീകമായ ദൈവസിംഹാസനം. இரண்டாவதாக இந்த பூமியில் மனிதன் இருக்கும்படியாக வீச்சிருக்கும்படியாக வைக்கப்பட்டதான ஆவிக்குரிய സിംഹാസനം. 3, 1000 ആണ്ട് യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന വിശുദ്ധന്മാർ സഹഭരണകർത്താക്കളായി ഭരിക്കുന്ന ദൈവസിംഹാസനം. மூன்றாவதாக 1000 வருட அரசாட்சியில் பரிசுத்தவான்கள் அவர்களோடு சேர்ந்ததான எல்லா பரிசுத்தவான்களும் ஆளுகை செய்யக்கூடியதான தேவ സിംഹാസനം. 4, നിത്യതയിൽ ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഇരിക്കുന്ന നിത്യസിംഹാസനം. 4ാவதாக கிறிஸ்துவோடு கூட தேவனோடு கூட நித்தியத்தில் என்றென்றைக்கு வாசம் பண்ணக்கூடியதான நித்திய സിംഹാസനം. ഈ സിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. இந்த சிங்காசனத்தை குறித்துதான வெளிப்படுத்தல் உங்களுக்கு ഉണ്ടാകുம்படியாக பரலோகம் உங்களை குறித்து வாஞ்சிக்கிறது. അതിനുവേണ്ടിയാണ് സ്വർഗം നിങ്ങളെ വിളിക്കുന്നത്, ഇവിടെ കയറി വരിക. ആനവടിനാലേ പരത്തിലിരുന്ന് വാനത്തിലിരുന്ന് ഒരു സത്തം ഉണ്ടാകരുത്, ഇങ്ങ് ഏറി വാ. ആഹ്വാനം സ്വീകരിച്ച് കടന്നു വരുന്നവരെ ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. அந்த அழைப்புக்கு இணங்கி வரக்கூடியவர்களை ஆவியினாலே நிரப்புகிறார். മനക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. அவருடைய மனக்கண்களை பிரகாசிக்கப்படுகிறார். ഹൃദയ ദൃഷ്ടികളെ തുറക്കുന്നു. மனக்கண்களை திறக்கிறார். മാത്രമല്ല ദൈവസിംഹാസനത്തെ കാട്ടിക്കൊടുക്കുന്നു. அது மட்டுமல்ல, தேவ സിംഹാസനം അവർക്ക് കാണിക്കപ്പെടുക. സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഒരു വേദഭാഗം നാം വായിച്ചത്. പരിശുദ്ധ വേദാகமத்தினுடைய கடைசி புத்தகமாகிய வெளிப்படுத்தின விசேஷத்திலிருந்து ஒரு வசனத்தை வாசிக்க கேட்டோம். പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. புதிய ஏற்பாட்டில் ஏக வெளி தீர்க்க தரிசன புஸ்தகம் என்று சொல்லும் பொழுது அது வெளிப்படுத்தின விசேஷமாக இருக்கிறது. ഇത് എഴുതപ്പെട്ടത് AD 90-നും 96-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. இந்த புஸ்தகம் எழுதப்பட்டது கிபி 90க்கும் 96 இந்த வருடங்கள் மத்தியில் இந்த புஸ்தகம் எழுதப்பட்டதாக வேத வல்லுநர்கள் அவர்கள் ஊகிக்கிறார்கள். യേശുക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായ
യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ஆண்டவராய் இயேசு கிறிஸ்து அதிகமாக நேசித்ததான யோவான் அப்போஸ்தலனுக்கு வெளிப்படுத்தின காரியங்களைத்தான் இந்த வெளிப்படுத்தின புஸ்தகத்தில் சொல்லப்பட்டிருக்கிறது. ഈ പുസ്തകം രചിക്കപ്പെട്ടത് പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ വെച്ച. இந்த புஸ்தகம் எழுதப்பட்டது பத்மு என்ற தீவில் வைத்து. റോമൻ ഭരണകൂടം ഭൂമിയിൽ നിലനിൽക്കുന്ന കാലഘട്ടം. ரோம அரசாட்சி, ரோம சாம்ராஜ்யமானது ഭൂമിയിൽ அரசாண்டு വന്നതാണ് அந்த காலத்தில். റോമൻ ചക്രവർത്തിമാരുടെ ഭരണത്തിൻ കീഴിൽ ക്രിസ്തീയ സഭ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടം. ரோம அரசாட்சியினுடைய அந்த ஆளுகின் காலத்தில் கிறிஸ்தவ சபைகள் மிகவும் துன்புறுத்தப்பட்டு, அதாவது கொடுமைப்படுத்தப்பட்டது. നീറോ ചക്രവർത്തിയുടെ കാലത്തും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും ഇങ്ങനെ അനേക റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ക്രിസ്തീയ സഭ അതികഠിനമായി 1-ാം നൂറ്റാണ്ടിൽ പീഡിപ്പിക്കപ്പെട്ടു. നീരോ, ഡൊമീഷ്യൻ എന്നதான சக்கரவர்த்தி மற்றும் ரோம பேரரசர்களால் கிறிஸ்தவ சபை, கிறிஸ்தவ ஜனங்கள் மிகவும் துன்பப்படுத்தப்பட்டார்கள். ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ അതികഠിനമായ പീഡയിലൂടെ കടന്നുപോയി. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തിൽ கிறிஸ்தவ சபையானது மிகவும் பயங்கரமான உபத்திரத்தின் வழியாக கடந்து சென்றது. ആ കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നത്. இந்த குறிக்கப்பட்ட காலத்தில் யோவான் அப்போஸ்தலன் பத்மு என்ற தீவுக்கு நாடு கடத்தப்பட்டார். അതിഭയങ്കര കുറ്റവാളികളെ നാട് കടത്തുന്ന ഒരു പ്രത്യേക ദ്വീപായിരുന്നു പത്മോസ്. அதிபயங்கரமான குற்றம் புரிந்தவர்களை நாடு கடத்தக்கூடியதான ஒரு தீபாக காணப்பட்டது இந்த பத்மு. കർത്തൃ സേവ നിമിത്തമായി അപ്പോസ്തലനായ യോഹന്നാൻ ഈ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. கர்த்தருடைய சேவை ஊழியத்தின் நிமித்தமாக இந்த அப்போஸ்தலனாகிய யோவான் இந்த பத்மு தீவுக்கு நாடு கடத்தப்பட்டார். പത്മോസിന്റെ അന്തരീക്ഷം പറഞ്ഞാൽ ഏറെക്കുറെ 20 മൈൽ ചുറ്റളവുള്ള ഒരു ചെറിയ ദ്വീപ. இந்த பத்மு தீவை குறித்து சொல்ல போனால் அதனுடைய பரப்பளவு ഏറെക്കുറയ 20 മൈൽ ചുറ്റളവ് ഉണ്ടായിരിക്കും. പ്രകൃതി സൗന്ദര്യമോ മറ്റൊന്നും തന്നെയോ ആകർഷണീയമായ നിലയിൽ അവിടെ ഇല്ല. இயற்கையினுடைய அழகு, மாட்சிமை இப்படிப்பட்ட ஒன்றும் இல்லாத ஒரு இடமாயிருந்தது. യോഹന്നാൻ അവിടെ എത്തും മുൻപേ, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി പല കുറ്റവാളികൾ അവിടേക്ക് നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. யோவான் இந்த இடத்திற்கு குற்றவாளியாக கொண்டு செல்லப்படுவதற்குன்பாக அநேகம் குற்றவாளிகள் இந்த தீவுக்கு கொண்டு செல்லப்பட்டிருந்தார்கள். അവരൊക്കെയും ഭക്ഷണമില്ലാതെ, കുടിക്കുവാൻ വെള്ളമില്ലാതെ, പാർക്കുവാൻ ഇടമില്ലാതെ പട്ടിണി കിടന്ന് അവിടെ വെച്ച് മരിച്ചു. அவர்கள் புசிக்க ஆகாரமோ, குடிக்க தண்ணீரோ, தங்குவதற்கு இடமோ ஒன்றுமில்லாதபடியில் பட்டினியாக கிடந்து அங்கு மரித்தார்கள். അപ്രകാരം മരിച്ചവരുടെ അസ്ഥികൂടങ്ങൾ അവിടെ ചിതറിക്കിടപ്പുണ്ട്. அப்படி மரித்தவருடைய എലുമ്പുകൂടുകൾ അംഗങ്കാക സിതറി കിടക്കുന്നത്. ചീഞ്ഞഴുകുന്ന പല മൃതശരീരങ്ങളും യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സമീപത്ത് കണ്ടു കാണും. അങ്കി അഴുകി നാറக்கூடியதான സവ ശരീരങ്ങളെ, പിണങ്ങളെയും யோவான் தன்னுடைய சமீபத்தில் கண்டிருக்கக்கூடும். ഈ മൃതശരീരങ്ങൾ കൊത്തിവലിക്കുവാൻ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ இந்த சரீரங்களிலிருந்து மாംசத்தை புசிக்கும்படியாய் அங்கங்கே சுற்றி பறந்து கொண்டிருக்கக்கூடிய கழுகின் கூட்டங்கள். ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഏകനായി അകപ്പെട്ടു. பயங்கரமான சூழ்நிலை மத்தியில் யோவான் தனிமையாக காணப்படுகிறார். സഹ അപ്പോസ്തലന്മാർ തന്നോടുകൂടെ അപ്പോഴില്ല. அவருடைய கூட்டு அப்போஸ்தலர்கள், சகோதரர்களாகிய மற்ற அப்போஸ்தலர்கள் யாரும் அவரோடு இருக்கவில்லை. താൻ സുവിശേഷം പറഞ്ഞ് സത്യത്തിലേക്ക് വഴി നടത്തപ്പെട്ട വിശ്വാസികൾ ആരും അപ്പോൾ തന്നോടൊപ്പമില്ല. தான் சுவிசேஷத்தை அறிவித்து தன் மூலமாக சத்தியத்துக்கு கொண்டு வரப்பட்ட விசுவாசிகளா தேவனுடைய பிள்ளைகள் யாருமே அங்கு இருக்கவில்லை. ഏറെക്കുറെ അപ്പോസ്തലനായ യോഹന്നാന് ഒരു 90 വയസ്സിന് മുകളിൽ അപ്പോൾ പ്രായം കാണും. ஏறக்குறைய 90 വയது പ്രായം இருக்கும். அந்த வேளையில் இந்த யோவானுக்கு வயது. ശാരീരികമായ ബലഹീനത ഒരു ഭാഗത്ത്, ഒരു പകുതിയിൽ பார்க்கும் பொழுது ശരീരமான ബലവീനങ്ങൾ അവർക്ക് இருந்திருக்கும். ഇപ്പോൾ തനിക്ക് മാനുഷികമായ സഹായം ആവശ്യമുള്ള അന്തരീക്ഷമാണ്. அந்த வேளையில் எழுத்தின்படி அவருக்கு பலவிதமான உதவிகள் தேவைப்படக்கூடிய ஒரு நிலவரமாயிருந்தது அது. പക്ഷേ തന്നെ സഹായിപ്പാൻ ആരും തന്നെ ഇല്ല. ஆனால் அவருக்கு உதவி செய்ய யாருமே இருக்கவில்லை. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിരാശപ്പെടാതെ
അപ്പോസ്തലനായ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു എന്ന് വായിക്കുന്നു. இப்படிப்பட்ட சூழ்நிலை மத்தியில் அவர் அதைரியப்படாதபடி பரிசுத்தாவின் வல்லமினாலே நிரப்பப்பட்டதாக காண்கிறோம். വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അതാണ് വായിക്കുന്നത്. കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി. வெளிப்படுத்தின விசேஷம் 1-ാം அதிகாரம் 10-ാം വചനത്തിൽ വാസിക്കും പൊழுது കർത്തൃடைய നാളിൽ ആവിക്കൊള്ളാനേൻ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട യോഹന്നാൻ അങ്ങ് അകലെ ഒരു തേജോ രൂപത്തെ കാണുന്നു. പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ട இந்த யோவான் தனக்கு முன்பாக ஒரு மகிமையுள்ள ஒரு சரீரத்தை காண்கிறார். അതുവരെയും താൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു തേജസ്കരിക്കപ്പെട്ട രൂപത്തെ കാണുന്നു. അതുവരെ താൻ ദർശിക്കാതെ പാർക്കാതെ ഒരു പുതിയ അനുഭവത്തിൽ ഒരു മഹിമയടയുന്ന ഒരു ശരീരത്തെ ദർശിക്கிறார். പ്രഥമ വീക്ഷണത്തിൽ തന്നെ യോഹന്നാന് മനസ്സിലായി ഇത് നാടുകടത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു കുറ്റവാളി അല്ല. முதலாவது அவருடைய பார்வையில் அவர் விளங்கிக் கொண்டார், இது நாடு கடத்தப்பட்ட ஒரு குற்றவாளிகளிൽപ്പെട്ട ஒருவர் அல்ல என்பதை விளங்கிக் கொண்டார். അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിക്കാണും. அவர் ஒன்றுகூட அவர் கவனித்து பார்த்தார். ആ തേജോ രൂപം അടുത്തടുത്ത് വരുന്നു. அந்த மகிமையின் சாயல் அவருக்கு சமீபமாக வருகிறது. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇത് അവന്റെ അരുമനാഥനായ ക്രിസ്തുവാണ്. அவர் கவனித்து பார்த்த பொழுது விளங்கிக் கொண்டார் அது அவருடைய ആത്മനേസനാകിയ ആണ്ടവരായ യേശു ക്രിസ്തു. അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക നിലവാരത്തിൽ യേശുവിനെ അവിടെ കാണുന്നു. അതുവരെ അവർ ദർശിക്കാത്ത നിലവാരത്തിൽ ഒരു പുതിയ നിലവാരത്തിൽ യേശുവെ ദർശിக்கிறார். യേശു ക്രിസ്തു അവന് ചില സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ താൻ എഴുതി വച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു അവർക്ക് ചില സത്യങ്ങളെ വിളങ്ങ കാണിത്താർ. അதைத்தான் இந்த வெளிப்படுத்தின விசேஷத்தில் எழுதப்பட்டிருக்கிறது. ഒരു ദൈവ പൈതലിനോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരുമ്പോൾ ஒரு தேவனுடைய பிள்ளைகளிடத்தில் ஆவிக்குள்ளாக நான் உங்களுக்கு போதனை செய்கிறேன். நீங்க உங்களுடைய சூழ்நிலை உங்களுக்கு எதிர் சூழ்நிலையாக இருக்கக்கூடும். എല്ലാവരും നിങ്ങളെ വിട്ട് അകന്നു മാറി നിൽക്കുമ്പോൾ, എല്ലാവരും உங்களை விட்டு பிரிந்து அகன்று நிற்கும் பொழுது, സഹായിപ്പാൻ മനുഷ്യരായി ഒരു വ്യക്തിയും ഇല്ലാതിരിക്കുമ്പോൾ, உங்களுக்கு ഉദവി ചെയ്യக்கூடிய മനുഷ്യர்கள் ഒരു നബറുകൾ കൂടെ ഇല്ലാமல் இருக்கும் பொழுது, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക അവസരങ്ങളിൽ ഒരു മനുഷ്യനും നമ്മെ സഹായിപ്പാൻ കടന്നു വരാൻ കഴിയാത്ത ചില പ്രത്യേക അവസരങ്ങളുണ്ട്. നമ്മുടെ ജീവിത പാതയിൽ ഒരു നബർ കൂടെ നമുക്ക് ഉദവി ചെയ്യുമ്പടിയായി കടന്നു വരാൻ മുടിയാതെ അപ്പടിപ്പെട്ട സൂഴ്നിൽ നമുക്ക് വരക്കൂടും. ആഗ്രഹമുണ്ടെങ്കിൽ പോലും, ചിലർക്കൊക്കെ നമ്മെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് അവസരം ലഭിക്കാത്ത ചില പ്രത്യേക അവസരങ്ങൾ. നമുക്ക് ഉദവി ചെയ്യാൻ വേണ്ടുവെന്ന് വിരുപ്പം അവർക്ക് ഇരിക്കക്കൂടും. അപ്പടി ഉദവി ചെയ്യാൻ വേണ്ടി വാഞ്ചിത്താലും അവர்களால் ഉദവി ചെയ്യാൻ മുടിയാതെ ഒരു സൂഴ്നിலை. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ഭക്തന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശു ക്രിസ്തു. இப்படிப்பட்ட குறிக்கப்பட்ட சூழ்நிலையின் மத்தியில் ஒரு தேவனுடைய பிள்ளை, அதாவது ஒரு பரிசுத்தவானிடத்தில் இறங்கி வரக்கூடிய ஒரு நபராக இருக்கிறார் கிறிஸ்துவானவர். യോഹന്നാൻ പത്മോസ് ദ്വീപിലായ നിലവാരത്തിൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. யோவான் பத்மூத்துவில் இருந்தான அதே சூழ்நிலையில் இந்த இரவில் இங்கு யாராவது இருப்பீர்களானால் அவர்களிடத்தில் இயேசு இறங்கி வருகிறார். യോഹന്നാന്റെ അടുക്കൽ യേശുവിന് കടന്നു വരുവാൻ ഒരു കപ്പൽ കയറി യാത്ര ചെയ്യേണ്ടി വന്നില്ല. யோவானை சந்திக்கும்படி அவரிடத்தில் கடந்து வரும்படியாக ஆண்டவராയ இயேசு கிறிஸ்து கப்பலில் ஏறி அங்கு பிரயாணப்பட்டு வரவில்லை. റോമാ ഗവൺമെന്റിന്റെ പാസ്പോർട്ടോ വിസയോ യേശുവിന് ആവശ്യമില്ല. அந்த ரோமா அரசாங்கத்தினுடைய பாஸ்போர்ட் விசா இப்படிப்பட்ட ஒன்றும் அவருக்கு தேவையில்லாத, ഒന്നുമില്ലാതെ ആത്മാവിൽ അടുക്കലേക്ക് കടന്നു വരുന്ന ക്രിസ്തു, ஒன்றுமில்லாத நிலவரத்திலும் ആവിയിനാലേ അവരിടത്തിൽ കടന്നു വരக்கூடிയതാണ് ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. இந்த வெளிப்படுத்தின விசேஷத்தில் 22 அதிகாரங்கள் உட்படுத்தப்பட்டிருக்கிறது. 22 അധ്യായങ്ങളിലെ വിഷയങ്ങൾ 4 ആത്മവിവശതയിലൂടെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത്. இந்த 22 அதிகாரங்களையும் 4 முறை அவர் ஆவிக்குள்ளான பிற்பாடுதான் அவருக்கு இது அந்த 4 முறை ஆவிக்குள்ளாக்கப்பட்டு அவர் எல்லாவற்றையும் எழுதியிருக்கிறார். 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആത്മവിവശനായ യോഹന്നാൻ
തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു. 1-ാം അധികാരത്തിൽ ആവിക്കലാക്കപ്പെട്ടതാണ് இந்த யோவான் மகிமைയുടെ இந்த கிறிஸ்துவை தரிசிக்கிறார். 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ആദ്യത്തെ ആത്മവിവശതയിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്. 1-ാം അധികാരം മുതൽ 3-ാം അധികാരം വരെയുള്ള കാര്യങ്ങൾ അവർ ആവിക്കുள் ആന பொழுது അവർക്ക് അത് വെളിപ്പെടുത്തപ്പെട്ടത്. രണ്ടാമത്തെ ആത്മവിവശതയിലാണ് 4 മുതലുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ എഴുതുന്നത്. രണ്ടാമത് അവർ ആവിക്കുள் ആന பொழுது 4 മുതലുള്ള അധ്യായങ്ങൾ അവർ എഴുതുகிறாർ. 4-ാം അധ്യായം തുടങ്ങിയുള്ള ദൈവിക മർമ്മങ്ങൾ ആത്മവിവശതയിൽ ക്രിസ്തു അവന് വെളിപ്പെടുത്തി കൊടുക്കും. 4-ാം അധികാരത്തിൽ അവർ ആവിക്കുள் ആന பொழுது ദൈവികமான രഹസ്യങ്ങളെ ദേവൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു വലിയ മർമ്മത്തെ ഗ്രഹിപ്പിക്കുവാൻ യോഹന്നാനെ വീണ്ടും ആത്മവിവശതയിലാക്കുകയാണ്. அதனுடைய 17-ാം അധികാരத்துக்கு வரும்பொழுது மிகவும் முக்கியமான ஒரு രഹസ്യത്തെ അവനക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പടിയായി മറുപടിയും അവൻ ആവിക്കുളാക്കപ്പെടുகிறாൻ. ആത്മവിവശതയിലായി യോഹന്നാൻ മർമ്മം മഹദിയാം ബാബിലോണിനെ കാണുന്നു. ஆவியினாலே நிரம்பினவராய் രഹസ്യமாக இருந்தான அந்த மகா பாபிலோனை இந்த யோவான் தரிசிக்கிறார். ആ ദൃശ്യം കണ്ട യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു എന്ന് വായിക്കുന്നു. അവർ ഇதை കണ്ട பொழுது അവർ ആശ്ചര്യപ്പെട്ടാർ എന്ന് വാസിக்கிறோம். 4-ാമത്തെ ആത്മവിവശതയിലൂടെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെ കാണിക്കുന്നു. 4வது முறை அவர் ஆவிக்குள் ஆன பொழுது புதிய எருசலேம் என்றதான പരിശുദ്ധ നഗരത്തിൻ ദർശനം അവർക്ക് கிடைத்தது. അതിൽ 2-ാം പ്രാവശ്യം യോഹന്നാൻ ആത്മവിവശനായപ്പോൾ ഉണ്ടായ ദർശനത്തിന്റെ പ്രഥമ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അതിന്റെ 2ാം മുறை அவர் ஆவிக்குள் ஆன பொழுது அவர் കണ്ടதான அந்த അനുഭവങ്ങളെ குறித்தான் അതിന്റെ 1ാவது പകുതിയിൽ നിന്ന് കണ്ടു. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് വായിക്കുന്നു. 4-ാം അധികാരത്തിന്റെ മുതൽ പകുതിയിൽ വാസിக்கிறோம். അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവകൾക്ക് പിൻപ് പരലോകത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നதை ഞാൻ കണ്ടേൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യോഹന്നാന്റെ ചുറ്റുമുള്ള അപ്പോസ്തലനായ യോഹന്നാന്റെ ചുറ്റുമുള്ള സകല വാതിലുകളും അടഞ്ഞ നിലയാണ്. ഒരു വിധത്തിൽ சொன்னால் யோவானுக்கும் മുൻപായിരുന്ന എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട നിലവരത്തിൽ ഇരിക്കുന്നത്. റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ സകല വാതിലുകളും അടച്ച് ഇനി രംഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ പത്മോസിലേക്ക് ഇറക്കി വിട്ടതാണ്. இந்த ரோமன் சக்கரவர்த்தியாகிய டொமிஷியன் எல்லா வாசல்களையும் அடைத்து இவன் ஒரு நாளும் திரும்பி வரக்கூடாது என்று எல்லா வாசலையும் அடைத்து அனுப்பிவிட்டவன். ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ സകല വാതിലും അവന്റെ മുൻപാകെ കൊട്ടിയടച്ചപ്പോൾ അത് കണ്ടവനായ ദൈവം ഉയരത്തിലെ വാതിൽ അവന് വേണ്ടി തുറന്നു. മനുഷ്യൻ എല്ലാ വാസലുകളെയും അവനുക്ക് വിരോധமாக അടയ്ത്ത பொழுது இந்த வாசல் அடைக்கப்பட்ட நிலவரத்தை ஆண்டவர் கண்ட பொழுது പരത്തിൻ വാസൽ അവനുക്കാകെ തിറക്കപ്പെട്ടത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മാനുഷികമായ വാതിൽ എല്ലാം അടയ്ക്കപ്പെടുമ്പോൾ അത് കാണുന്ന ഒരു ദൈവം ഉയരത്തിലെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. உங்களுக்கு சுற்றில் இருக்கக்கூடியதான மாம்சத்துக்குரியதான எழுத்துக்குரிய வாதில்கள் அடைக்கப்படும் பொழுது அதை காண்கிறதான தேவன் பரத்தின் வாசலை உங்களுக்காக திறக்கிறார். മനുഷ്യൻ വാതിൽ അടച്ചാലും ഒരിക്കലും അടയ്ക്കാത്ത ഒരു വാതിൽ തുറക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യர்கள் വാതിലുകളെ അടയ്ക്കും பொழுது ഒരു നാളും അടയ്ക്കപ്പെടാതെ ഒരു വാതിലെ തിറക്കുമ്പടിയായി നമ്മുടെ ആണ്ടവർക്ക് വലമയുണ്ട്. ദൈവം ഒരുവന് വേണ്ടി തുറക്കുന്ന വാതിലെ അടയ്ക്കുവാൻ ഭൂമിയിൽ തന്റെ ഇടമുള്ള ഒരൊറ്റ മനുഷ്യനില്ല. ദേവൻ ഒരു മനുഷ്യനുക്കാக ഒരു വാസലെ തുറക്കും பொழுது அந்த വാസലെ അടയ്ക്കുമ്പടിയായി ഭൂമിയിൽ വല്ലമുള്ള മനുഷ്യൻ ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ആലപടിനാലേ വേദാഗമം சொல்லுகிறது, ഒരുവനും പൂട്ടக்கூடாதபடி திறக்கிறவரும் திறக்கக்கூடாதபடி പൂട്ടുகிறவரும் என்று. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ഒരു മനുഷ്യനും തന്റെ ഇടമില്ല. ദേവൻ ഉங்களுக்காக ഒരു വാസലെ തുറപ്പാരാൽ அந்த വാസലെ അടയ്ക്കുമ്പടിയായി ഒരു മനുഷ്യനും കൂടാതെ. ദൈവം വാതിൽ അടച്ചാൽ അത് തുറക്കാൻ ഇവിടുത്തെ ഏത് മിടുക്കൻ താക്കോലിട്ട് ശ്രമിച്ചാലും പറ്റുകയില്ല. ദേവൻ ഒരു വാസലെ അടയ്ത്തു വിട്ടാൽ அந்த வாசலை திறக்கும்படியாய் ഒരു തിരമേശാലിയാണ് എന്ന വലിയവർക്കും அந்த വാസலை திறக்க முடியாது. ഇവിടെ യോഹന്നാനു വേണ്ടി ഉയരത്തിൽ ഒരു വാതിൽ തുറന്നു. ഇங்கே യോവാനുക്കാக
പരത്തിലെ ഒരു വാസൽ തിറക്കപ്പെടുகிறது. ഉയരത്തിൽ നിന്നൊരു ശബ്ദം അവന്റെ കാതിൽ പതിക്കുന്നു. ഉയരത്തിലിருந்து ഒരു ധ്വനി, ഒരു ശബ്ദം അവന്റെ ചെവികളിൽ കേൾക്കുന്നത്. ഇവിടെ കയറി വരിക, ഇങ്ങേ ഏറി വാ. എങ്ങോട്ടാ വിളിക്കുന്നതെന്നറിയാം? മേലോട്ട്. എங்கே അழைக்கிறார் தெரியுமா? ഉയരത്തിற்காக. ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ഒരുവൻ വിളിച്ചു പറയുന്നു, ഇവിടെ കയറി വരിക. ഉയരത്തിലിരുന്ന്, ഉന്നതത്തിലിരുന്ന് ഒരുവൻ ഇരുന്ന് അറകൂലം എടുത്ത് சொல்லுகிறார், ഇങ്ങേ ഏറി വാ. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവകൾക്ക് പിൻപ് സംഭവിക്കാൻ വേണ്ടിയവളെ ഞാൻ നിനക്ക് കാണിപ്പേൻ. ആത്മവിവശതയിൽ ഉയരത്തിൽ കയറിയ യോഹന്നാന് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയാണ്. அந்த ஆவிக்குள்ளாக்கப்பட்ட யோவான் உன்னதத்திற்கு எடுத்துக்கொள்ளப்பட்ட பொழுது ആവിക്കുള്ളേ അവർ രഹസ്യങ്ങളെ കാണാൻ ആരംഭിച്ചാർ, അറിയാൻ ആരംഭിച്ചാർ. അവനെ നാടുകടത്തിയ റോമ സാമ്രാജ്യത്തിന്റെ ഭാവിയും അനന്തര പരിപാടികളും ഒക്കെ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി. അവനെ നാടുകടത്തിനാണ് அந்த ரோம சாம்ராஜ்யத்தினுடைய நிலவரத்தையும் அவருடைய எதிர்காலத்தின் அனுபவத்தையும் குறித்து இந்த யோவானுக்கு வெளிப்படுத்தப்பட்டது. അവൻ കണ്ടതായ ആ ദർശനങ്ങളുടെ പ്രഥമ ഭാഗമാണ് സ്വർഗത്തിലെ സിംഹാസനം. അവൻ കണ്ടതാണ്, ദർശിച്ചതാണ് அந்த முதலாவது முக்கியமான விசேஷிக்கப்பட்ட ஒன்றாயிருந்தது പരലോകത്തിൽ വയ്ക്കപ്പെട്ട സിംഹാസനം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതായി കണ്ടു. ഉടനെ ആവിക്കുള്ളാനേൻ പരലോകത്തിൽ വാനത്തിൽ ഒരു സിംഹാസനം വയ്ക്കപ്പെട്ടിരിക്കുന്നதை കണ്ടേൻ. പത്മോസിന്റെ ഏകാന്തതയിൽ ഭീതിപ്പെടുത്തുന്ന ചുറ്റുപാടുകളിൽ ആത്മവിവശനായി യോഹന്നാൻ സ്വർഗത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന സിംഹാസനത്തെ കാണുന്നു. அந்த பத்மனுடைய பயப்படுத்தக்கூடிய அந்த நிலவரத்தில், தனித்த நிலவரத்தில் പരലോകത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന സിംഹാസനത്തെ അവർ ദർശിக்கிறார். ഈ ദിവസങ്ങളിൽ ദൈവ സിംഹാസനം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ചുരുക്കമായി പങ്കിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. இந்த நாட்களில் தேவனுடைய சிங்காசனத்தை குறித்து சுருக்கமாக அதற்கு விளக்கத்தை கொடுக்க கர்த்தருக்குள் வாஞ்சிக்கிறேன். വളരെ വിസ്തൃതവും വിശാലവുമായ ഒരു വിഷയമാണ് ത്രോൺ ഓഫ് ഗോഡ്, ദൈവ സിംഹാസനം. மிகவும் முக்கியமானதும் விபரித்து சொல்லக்கூடியதான மிகவும் முக்கியமான ஒன்றாயிருக்கிறது தேவனுடைய സിംഹാസനം. അന്ന് യോഹന്നാനെ വിളിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ വിളിക്കുകയാണ്, ഇവിടെ കയറി വരിക, സിംഹാസനത്തെ കാണിച്ചു തരാം. அன்றைக்கு யோவானை அழைத்த தேவன் இன்றைக்கு இரவில் அழைத்து சொல்கிறார், இங்கே ஏறி வா, സിംഹാസനത്തെ കാണിച്ചു തരുമ്പടി. പളുകൽ നിവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഇവിടെ കയറി വരിക. പളുകിലിൻ കുടികളെ ഞങ്ങൾ അழைக்கிறோம், ഇங்கே ഏറി വാ. മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാം. ഇവകൾക്ക് പിൻപ് സംഭവിക്കാൻ വേണ്ടിയവളെ കാണിച്ചു തരുവേൻ. എല്ലാം കാണിക്കാൻ സമയമില്ല, ഒരു വിഷയം മാത്രം. എല്ലാവற்றையும் കാണിക്കാൻ നേരമില്ല, ഒരേ ഒരു കാര്യത്തെ കാണിക്കണം. ദൈവ സിംഹാസനത്തെ കാട്ടിത്തരാം. ദൈവ സിംഹാസനത്തെ കാണിച്ചു തരലാം. നിങ്ങൾ ശബ്ദം കേട്ട് കയറി വന്നാലും ആത്മാവിലായില്ലെങ്കിൽ ഇത് കാണാൻ പറ്റുകയില്ല. இந்த சத்தத்தை கேட்டு நீங்கள் இங்கே கடந்து வந்தாலும் நீங்கள் ஆவிக்குள்ளாகாவிட்டால் இந்த சிங்காசனத்தை தரிசிக்க முடியாது. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായപ്പോഴാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. യോവാൻ ആവിക്കുള്ളാന പൊഴുതുതാൻ പരലോകത്തിൽ തിരക്കപ്പെട്ട വാസലെ കണ്ടാൻ. ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്നവർ ആത്മാവിലാകുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അழைப்புக்கு ഇണങ്ങി വരக்கூடிയവர்கள் ஆவிக்குள்ளானால் மட்டுமே இதை தரிசிக்க முடியும். സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. പരലോകം ഉங்களுக்காக திறக்கப்படும். ആരും അടയ്ക്കാത്തൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. யாரும் அடைக்காதான வாசல் உங்களுக்காக திறக்கப்படும். ദൈവീക സിംഹാസനത്തിന്റെ ദർശനം നിങ്ങൾക്കുണ്ടാകും. தேவனுடைய அந்த സിംഹാസനത്തിനുடைய ദർശനം உங்களுக்கு ഉണ്ടാകും. ദൈവ സിംഹാസനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ പ്രധാനമായി അതിനെ നാലായി തിരിച്ചു പഠിക്കാം. தேவனுடைய சிங்காசனத்தை குறித்து கற்றுக்கொள்ளும் பொழுது மிகவும் முக்கியமாக அதை 4 പകുതിயாக பிரித்து പഠിக்கலாம். ഒന്ന്, ന്യായവിധിക്കായി സ്ഥാപിക്കപ്പെടുന്ന ദൈവ സിംഹാസനം. முதலாவது ന്യായത്തീർപ്പുക്കാக ആയത്തമാക്കக்கூடிയതാണ് സിംഹാസനം. 2, ഈ ഭൂമിയിൽ മനുഷ്യൻ ഇരുത്തപ്പെടുന്ന ആത്മീകമായ ദൈവ സിംഹാസനം. இரண்டாவதாக இந்த பூமியில் மனிதன் இருக்கும்படியாக வீச்சிருக்கும்படியாக வைக்கப்பட்டதான ஆவிக்குரிய സിംഹാസനം. 3, 1000 ആണ്ട് യേശു ക്രിസ്തു രാജാവായി ഭരിക്കുന്ന വിശുദ്ധന്മാർ സഹഭരണകർത്താക്കളായി ഭരിക്കുന്ന ദൈവസിംഹാസനം. மூன்றாவதாக 1000 வருட அரசாட்சியில் பரிசுத்தவான்கள் அவர்களோடு சேர்ந்ததான எல்லா பரிசுத்தவான்களும்
ആളുകை செய்யக்கூடியதான தேவ சிங்காசனம். 4 നിത്യതയിൽ ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഇരിക്കുന്ന നിത്യസിംഹാസനം. 4வது கிறிஸ்துவோடு கூட தேவனோடு கூட நித்தியத்தில் என்றென்றைக்கு வாசம் பண்ணக்கூடியதான நித்திய சிங்காசனம். ഈ സിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. இந்த சிங்காசனத்தை குறித்ததான வெளிப்படுത്തൽ உங்களுக்கு ഉണ്ടാകുம்படியாக പരലോകം உங்களை குறித்து വാഞ്ചിக்கிறது. അതിനുവേണ്ടിയാണ് സ്വർഗം നിങ്ങളെ വിളിക്കുന്നത്, ഇവിടെ കയറി വരിക. ആനവരിലാരെ പരത്തിലിരുന്ന് വാനത്തിലിരുന്ന് ഒരു സത്തം ഉണ്ടാകരുത്, ഇങ്ങ ഏറി വാ. ആഹ്വാനം സ്വീകരിച്ച് കടന്നു വരുന്നവരെ ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. அந்த அழைப்புக்கு இணங்கி வரக்கூடியவர்களை ஆவியினாலே நிரப்புகிறார். മനക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, அவருடைய மனக்கண்களை பிரகாசிக்கப்படுகிறார். ഹൃദയ ദൃഷ്ടികളെ തുറക്കുന്നു, மனக்கண்களை திறக்கிறார். മാത്രമല്ല ദൈവസിംഹാസനത്തെ കാട്ടിക്കൊടുക്കുന്നു. அது மட்டுமல்ல, தேவ சிங்காசனம் அவருக்கு காண்பிக்கப்படுகிறது. ദൈവസിംഹാസനത്തെ കുറിച്ചൊരു വ്യക്തമായ അറിവ് മനുഷ്യനുണ്ടാകണം. தேவனுடைய சிங்காசனத்தை குறித்தான തെളിവാன ഒരു അറിവ്, ഒരു വിളക്കം മനുഷ്യനുക്ക് ഉണ്ടാക வேண்டும். ഒന്നാമത് ന്യായവിധിക്കു വേണ്ടി ദൈവം ഒരു സിംഹാസനം സ്ഥാപിക്കുവാൻ പോകുന്നു. முதலாவதாக நியாய தீர்ப்புக்காக தேவன் ஒரு சிங்காசனத்தை സ്ഥാപിக்க പോകുகிறார். വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പ്രസ്താവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ന്യായവിധി. വേദപുസ്തകത്തിൽ மிகவும் தெளிவாகவும் உறுதியாகவும் சொல்லப்பட்டதான ஒரு விஷயம் ന്യായ തീർപ്പ്. ദൈവം ഭൂമിയെ ന്യായം വിധിക്കും എന്നുള്ള വിഷയത്തെ തെളിയിക്കുവാൻ 100 വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ കഴിയും. தேவன் பூமியை நியாயம் தீர்ப்பார் என்றதான அந்த விஷயத்தை பழைய ஏற்பாட்டிலும் புதிய ஏற்பாட்டிலும் நூற்றுக்கணக்கான முறை எடுத்தெடுத்து சொல்லப்படுகிறது. ദൈവം സ്നേഹവാനാണ്, தேவன் அன்புள்ளவர், ദൈവം കരുണാസമ്പന്നനാണ്, ஆண்டவர் அவர் കരുണയുള്ളവർ, ഇറക്കമുള്ളവർ, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ദേവൻ നീടിയ പൊറുമയുള്ളവർ. പക്ഷേ അവൻ ന്യായം വിധിക്കുന്ന ദൈവവുമാണ്. അതേ പകുതിയിൽ അവർ മറുപകുതിയിൽ ന്യായം തീർക്കக்கூடிയവരായിരിക്கிறார். ദൈവത്തെ കുറിച്ചൊരു വ്യക്തമായ അറിവ് മനുഷ്യർക്ക് ആവശ്യമാണ്. ദേവനെ കുറിച്ച് തെളിവാன ഒരു അറിവ് മനുഷ്യനുക്ക് தேவை. മനുഷ്യൻ ഏറിയ പങ്കും ദൈവം കരുണാസമ്പന്നൻ, ദീർഘക്ഷമയുള്ളവൻ, ദയാസമ്പൂർണൻ എന്നൊക്കെ പഠിക്കുന്നുള്ളൂ. മനുഷ്യൻ ദേവനെ കുറിച്ച് ഇറക്കമുള്ളവർ, கிருபையுள்ளவர், நீடிய பொறுமையுள்ளவர், இப்படிப்பட்ட பல காரியங்களை படிக்கிறான். அது நல்ல காரியம் തന്നെയാണ്, അത് സത്യം തന്നെയുമാണ്. அது நல்ல காரியம், அது உண்மை பொருள். അതേ ദൈവം തന്നെ മനുഷ്യനെ ന്യായം വിധിക്കുന്നവനും കൂടെയാണ്. இதே தேவன் மனிதனை நியாயம் தீர்க்கக்கூடியவராகவும் இருக்கிறார். ദൈവത്തിന് സ്തോത്രം, கர்த்தருக்கு ஸ்தோத்திரம். മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നു, மனிதனை தேவன் நியாயம் தீர்க்கிறார். ആ ന്യായവിധി പല നിലകളിൽ പല ഘട്ടങ്ങളിലായിട്ടാണ്. இந்த நியாய தீர்ப்பை குறித்து பார்க்கும் பொழுது பல நிலவரங்களிலும் பல படிகளாக அந்த நியாய தீர்ப்பு வருகிறது. പ്രധാനമായി അതിനെ 3 ഘട്ടങ്ങളായി തിരിക്കാം. പ്രധാനமாக இதை குறித்து இதை 3 പകുതികളാக பிரிக்க முடியும். ഒന്ന്, മനുഷ്യൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ന്യായവിധി ഒരു ഭാഗത്തിൽ അല്ലെങ്കിൽ അംശമായി ഈ ശരീരം വിട്ടു പോകുന്നതിന് മുൻപ് അനുഭവിക്കണം. முதலாவது பார்க்கும் பொழுது மனிதன் தன்னுடைய சரீரத்தில் இருக்கும் பொழுது அவன் செய்தான கிரியைகளுக்கு ஏற்ற விதத்தில் அவன் தன்னுடைய சரீரத்தை விட்டு பிரிந்து போவதற்கு முன்பாக அவன் அனுபவிக்க வேண்டியதான சில வேதனைகள் ஒரு நியாய தீர்ப்பு உண்டு. രണ്ടാമത്, അവൻ ശരീരം വിട്ടു വേർപെട്ട ശേഷം ഉയർത്തെഴുന്നേൽക്കും മുൻപ് വരെയുള്ള ജീവിതത്തിന്റെ 2ാം കാലഘട്ടത്തിൽ ഭൂമിയുടെ അതോ ഭാഗത്ത് അവൻ ന്യായം വിധിക്കപ്പെടുന്നു. இரண்டாவதாக மனிதன் மரித்து அவன் சரீரத்தை விட்டு பிரிந்த பிற்பாடு அடுத்து உயிர்த்தெழுதலின் நாளில் அவன் உயிர்த்தெழும்பி வரும் வரை அந்த குறிக்கப்பட்ட காலத்தில் அவன் வேதனை வழியாக செல்கிறான். அந்த காலகட்டத்தை பூமியின் தாழ்விடங்களில் அவன் அனுபவிக்கக்கூடிய அந்த வேதனையை ஒரு நியாய தீர்ப்பு என்று சொல்லலாம். മൂന്നാമത്, വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷം നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നു, നിത്യ ന്യായവിധി. மூன்றாவதாக வெள்ளை சிங்காசன நியாய தீர்ப்பின் நாளில் உயிர் தெழும்பி வந்து பிற்பாடு நித்திய நியாயத்திற்காக நித்தியமாக ஆக்கினைக்குள்ளாக அவன் தள்ளப்படுகிறான். മനുഷ്യ ജീവിതത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുക. മനുഷ്യരുടെ ജീവിതത്തെ മുഖ്യமாக 3 പകുതികളാக பிரிக்கலாம். ഒന്ന്, ജനനം മുതൽ മരണം വരെയുള്ള 1ാം ഘട്ടം. ഒന്ന്, പിറപ്പ് മുതൽ മരണം വരെയുള്ള മുതൽ പകുതി. 2, മരണം തുടങ്ങി ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള 2ാം ഘട്ടം. രണ്ടാമதாக മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പിൻ നാൾ വരെയുള്ള 2ാவது പകുതി. മൂന്നാമത്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ശേഷമുള്ള 3ാം ഘട്ടം, അത് നിത്യമാണ്. 3ാவது பகுதியை குறித்து பார்க்கும் பொழுது உயிர்த்தெழும்பின பிற்பாடு
அவர் உண்டாக்கூடிய நியாய தீர்ப்பு அது நித்தியமானதாக இருக்கும். ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം ഒരു നിലവരെ മനുഷ്യൻ ഇവിടെ അനുഭവിക്കണം. മനുഷ്യൻ இந்த பூமியில் ജീവിക്കും பொழுது அவனுடைய சரீரத்தில் ഉണ്ടാக்கூடிய കാര്യങ്ങൾക്കേറ്റതാണ് അതുക്കേറ്റതാണ് ബലனை ഒരു അളവിൽ இந்த பூமியில் இருக்குമ്പോൾ തന്റെ ശരീരത്തിൽ അനുഭവിക്ക வேண்டும். അതിന് ദൃഷ്ടാന്തമായി വേദപുസ്തകത്തിൽ അനേക വിഷയങ്ങളുണ്ട്. ലോകപരമായി ചിന്തിച്ചാലും പല വിഷയങ്ങൾ കണ്ണിന് മുൻപിൽ കാണാൻ കഴിയും. அதற்கு அடையாளமாக வேத புத்தகத்திலும் சில தெளிவான காரியங்களை காண முடியும். உலக பிரகாரமாக பார்க்கும் பொழுதும் அதற்கேற்றான തെളിവേ കാണാൻ முடியும். ഇസഹാക്കിന്റെ രണ്ടാമത്തെ മകനായി യാക്കോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈസാക്കിനുடைய കുമാരനാകിയ രണ്ടാമത് കുമാരൻ യാക്കോബെ കുറിച്ച് കற்றுക്കൊള്ളും പൊഴുത് ഇസഹാക്കിന് രണ്ട് മക്കൾ ഏശാവും യാക്കോബും. ഈസാക്ക് രണ്ട് കുമാരர்கள் ഏസാവും യാക്കോബും. യാക്കോബ് തന്റെ അപ്പന്റെ പക്കൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുവാൻ വളരെ സൂത്രത്തിലാ പോയത്. இந்த யாக்கோபு தன்னுடைய தகப்பனிடத்திலிருந்து தன்னுடைய சிரேஷ்டபுத்திர பாகத்தை அவன் எடுத்துக் கொள்ளும்படியாய் அதற்கேற்ற விதத்தில் மிகவும் தந்திரமாக கிரியை செய்கிறான். അമ്മയുടെ ഉപദേശപ്രകാരം മൂത്ത ജ്യേഷ്ഠന്റെ ഉടുപ്പിട്ട് ആ ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് കൈകളും കഴുത്തും ഒക്കെ പൊതിഞ്ഞ് ആ യേശാവിന്റെ ശബ്ദം അനുകരിച്ച് യാക്കോബ് അപ്പന്റെ അടുക്കൽ ചെന്നു. തன்னுடைய தாயினுடைய போதனையை கேட்டு அவன் தன்னுடைய சகோதரனுடைய வஸ்திரத்தை தரித்து அந்த வெள்ளாட்டுக்குட்டியினுடைய தோலை தரித்தவனாய் அந்த ஏசாவினுடைய சத்தத்துக்கு ஏற்ற விதத்தில் தன்னுடைய சத்தத்தை மாற்றினவனாய் அந்த ஈசாக்கினிடத்தில் அவன் கடந்து செல்கிறான். ജ്യേഷ്ഠന്റെ ഉടുപ്പിട്ടുകൊണ്ട് യാക്കോബ് അപ്പനെ കബളിപ്പിച്ചെങ്കിൽ യാക്കോബിന്റെ മക്കൾ അവന്റെ അനുജന്റെ ഉടുപ്പ് കാണിച്ച് അവനെ കബളിപ്പിച്ചു. இவன் இந்த யாக்கோபை குறித்து பார்க்கும் பொழுது அவன் தன்னுடைய மூத்த சகோதரனுடைய வஸ்திரத்தை தரித்து அந்த ஏசாவினுடைய வேஷத்தை தரித்து ஏசாவை போல காண்பித்தது போல இந்த யாக்கோபனுடைய குமாரர்கள் இந்த யோசேப்பினுடைய வஸ்திரத்தை எடுத்து அதை தவறான விதத்தில் காண்பித்து அவனை வேதனைப்படுத்த ആരംഭിத்தார்கள். യോസേപ്പിനെ പിടിച്ച് പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടിട്ട് അവന്റെ ഉടുപ്പൂരി ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ ചോരയിൽ മുക്കി ഇവരെത്ര തന്ത്രപരമായിട്ടാ യാക്കോബിന്റെ മുമ്പിൽ അവതരിച്ചെന്നറിയാം. யோசேப்பை பிடித்து தண்ணீரில்லாத ஒரு குழியில் போட்ட பிற்பாடு அவனுடைய வஸ்திரத்தை கலற்றி எடுத்து அதை ஒரு ஆட்டுக்குட்டியின் ரத்தத்தில் தோய்த்து அந்த வஸ்திரத்தை தந்திரமாக தகப்பனிடத்தில் அனுப்பி இப்படி தந்திரமான காரியங்கள் எல்லாம் ஒழுங்குபடுத்தினார்கள். ചോരയിൽ മുക്കിയ ഉടുപ്പുമായി യാക്കോബിന്റെ പുത്രന്മാർ യാക്കോബിന്റെ അടുക്കലേക്ക് വരുന്നത് പലപ്പോഴും ഞാൻ ഭാവനയിൽ കാണാറുണ്ട്. இந்த ரத்தத்தில் தோய்த்தான இந்த யோசேப்பின் அங்கி எடுத்துக்கொண்டு யாக்கோபனுடைய குமாரர்கள் இந்த யாக்கோபிடத்தில் வரக்கூடிய காரியத்தை நான் என்னுடைய மனக்கண்களில் அப்படி நிறுத்தி பார்ப்பதுண்டு. രൂബേൻ, ശിമയോൻ, ലേവി, ഇസാഖാർ അവരെല്ലാം കൂടെ നെഞ്ചത്തൊരു അടിയൊക്കെ അടിച്ച് എന്റെ അപ്പച്ച ഈ ഉടുപ്പ് ആരുടെയാണെന്ന് നോക്ക്, ഇത് യോസഫിന്റെ ആണോ എന്നൊരു സംശയം, ഞങ്ങൾക്ക് വഴിയിൽ വിട്ട് കിട്ടിയതാണോ വെച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒരൊറ്റ കരച്ചിലും ആ കണ്ണുനീരൊക്കെ ഒഴുകുന്നത് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോ. இந்த ரூபன், யூதா, லேவி, இசகார் இவர்களெல்லாம் பார்க்கும் பொழுது இந்த வஸ்திரத்தை ரத்தத்தில் தோய்த்தவர்களாய் தகப்படத்தில் வந்து மார்பில் அடித்து அழுது புலம்பி இது உம்முடைய குமாரன் யோசேப்பினுடைய அங்கிதானா பாரும் என்று சொல்லி அப்படிப்பட்ட நிலவரத்தில் அழுது புலம்பி நிற்கக்கூடிய அனுபவத்தில் இருக்கிறார்கள். അതിനേക്കാൾ മനോഹരമായിട്ട് യാക്കോബ് സ്വന്തം പിതാവിന്റെ മുമ്പിൽ നല്ലതുപോലെ പ്രകടനം കാണിച്ചത്. இதைவிட மேலான நிலவரத்தில் தந்திரமாக யாக்கோபு தன்னுடைய தகப்பன் பாகவும் அவர் நடித்து காண்பித்தார். ഈ ലോകത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ഉണ്ട്. இந்த உலகத்தில் மனிதன் செய்யக்கூடியதான கிரியைகளுக்கு ஏற்றான பிரதிபலம் இந்த உலகத்தில் வைத்தே அவனுக்கு உருவாகிறது. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലുடைய முதலாவது ராஜாவாகிய சவுலை குறித்து நாம் கற்றுக்கொள்ளும் பொழுது ശൗൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം இந்த சவுலானவன் ராஜாவாக அபிஷேகம் பண்ணப்பட்ட பிற்பாடு ദൈവ ഇഷ്ടം ചെയ്യാഞ്ഞത് നിമിത്തമായി അവന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം അവന് നഷ്ടമായി. தேவசித்தம் செய்யாதபடினால் அவனில் காணப்பட்டதான அந்த அபிஷேகம் அவன் அந்த அபிஷேகத்தை இழந்து விட்டான். ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. பொல்லாதாவி அவனுக்குள் பிரவேசித்தது. ദുരാത്മാവ് പ്രവേശിച്ച ശൗൽ, இந்த பொல்லாதாவினால் பிடிக்கப்பட்டதான சவுல் യഹോവയുടെ അഭിഷക്തനായ ദാവീദിനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. இந்த கர்த்தரால் அபிஷேகம் பண்ணப்பட்டதான அந்த தாவீதை கொல்லும்படியாய் அவன் தீர்மானம் பண்ணினான். ശൗൽ തന്റെ കയ്യിൽ ഒരു കുന്തം ദിനംതോറും മിനുക്കി മിനുക്കി സൂക്ഷിച്ചു കൊണ്ടുവന്നു. இந்த சவுல்
ஒவ்வொரு நாளும் தன் கையில் தானே ஈட்டியை இருபுறവും தீட்டி தீட்டி ஒவ்வொரு நாளும் பாதுகாப்பாக ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ശൗലിന്റെ ആദ്യത്തെ ജോലി കുന്തം മിനുക്കുന്നതാ. ஒவ்வொரு நாளும் இந்த சவுல் எழும்பும் பொழுது முதலாவது அவனுடைய வேலை இந்த ஈட்டியினுடைய இருபகுதியும் மினுக்கி എടുப்பது. ആരെങ്കിലും കാതിൽ ചെന്ന് പതിയെ ചോദിക്കാണ്, അല്ലയോ ശൗല ഇത് എന്തിനാ മിനുക്കുന്നതെന്ന് ചോദിച്ചാൽ, யாராவது அவனுடைய செவியில் சென்று மெதுவாக கேட்டால், ஐயோ சவுலே இது எதற்காக என்று கேட்டால், ആരും കേൾക്കുന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ മറുപടി പറയും, ഇത് ദാവീദിന്റെ മാർവിൽ തറയ്ക്കാനാ. யாராவது கேட்காவிட்டாலும் அவன் இப்படி சொல்லுவான், இது தாவீதினுடைய நெஞ்சில் உருவ குத்தும்படி. അതിനുവേണ്ടി ദീർഘനാളുകൾ മിനുക്കി കൊണ്ടു നടന്ന കുന്തം, இதற்காக அநேக நாட்களாக ஒவ்வொரு நாளும் மினுக்கி மினுக்கி கொண்டு சென்றதான ஈட்டி. ഒടുവിൽ എന്താ സംഭവിച്ചത്? கடைசியாக என்ன நடந்தது? ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ശൗലും തന്നോടുകൂടെയുള്ള സൈന്യവും പരാജയപ്പെട്ടപ്പോൾ, இந்த கடைசியாக பெலிஸ்தருக்கு நேராக உண்டான யுத்தத்தின் மத்தியிலே கில்போவா மலையில் சவுலும் அவனுடைய சேவர்களும் அந்த யுத்தத்திலே தோல்வியை சந்தித்த பொழுது, ശൗൽ തോറ്റു എന്ന് മനസ്സിലായപ്പോൾ, இந்த சவுல் அவன் தோல்வி அடைந்தான் என்று விளங்கிக் கொண்ட பொழுது, ഒരു അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ അവനെ കൊല്ലരുത് എന്നുള്ള ചിന്താഗതിയോടുകൂടെ ആ കുന്തം നാട്ടു നിർത്തി അതിന്റെ മുകളിലേക്ക് താൻ തന്നെ വീണു. ஒரு விருத்த சேதனமில்லாத பெலிஸ்தனால் கொல்லப்படுவதை அவன் விரும்பாதவனாய் தன்னுடைய ஈட்டியை நட்டி தானே அதில் விழுந்தான். ആ കുന്തം മാർവ് തുളച്ചപ്പുറത്ത് ചെന്നു. இந்த ஈட்டியானது ஒரு பகுதியில் குத்தி மறுபகுதியில் வந்தது. സാധാരണഗതിയിൽ അവിടെ വെച്ച് തീരേണ്ടതാണ്. சாதாரணமாக சொன்னால் அங்கு வைத்தே மறிக்க வேண்டியதான். പെട്ടെന്ന് ചാകുന്നില്ല, ஆனாலும் പറ്റുകയില്ല. உடனே மரணம் வருகிறதில்லை, அங்கே மறிக்காதபடி குற்றுயிராயிருக்கிறான். അങ്ങനെ പെട്ടെന്ന് ചത്താൽ ദൈവന്യായവിധി അതിന്റെ പൂർണ്ണതയിൽ എത്തത്തില്ല. அப்படி சீக்கிரமாக மறித்து விட்டால் தேவனுடைய நியாயத்தீர்ப்பு പൂർണ്ണமாக வந்து சேராது. ഈ കുന്തം അപ്പുറത്ത് തുളച്ചു കയറി ശൗലിങ്ങനെ കടന്ന് പടയ്ക്കുകയാണ്. இந்த ஆயுதமானது அவனுடைய ஒரு பகுதியில் பிரவேசித்து மறுபகுதியில் கடந்து வந்த பிற்பாடு இந்த சவுல் அவன் துடித்துக் கொண்டிருக்கிறான். ജീവൻ പോകാത്തത് കൊണ്ട് അവനൊരു കടുത്ത പരിഭ്രമം. அவனுடைய ஜீவன் போகாதபடினால் அங்கே அவனுக்குள்ளே ஒரு போராட்டம், அதாவது ஒரு தவிப்பு. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു ബാല്യക്കാരൻ അടുത്തു വരുന്നു. அவன் കണ്ണை திறந்து பார்த்த பொழுது இதோ ஒரு வாலிபன் வருகிறான். അവനോ നോക്കി ചോദിക്കാൻ, നീ ആർ? அந்த வாலிபனை பார்த்து இவன் கேட்கிறான், நீ யார்? ഞാനൊരു അമാലേക്യ ബാല്യക്കാരൻ. நான் ஒரு அமலேக்கியருடைய பகுதியில் சேர்ந்த ஒரு வாலிபன். നീ തന്നെ വന്ന് എന്നെ കൊല്ലണം, അതാ ദൈവത്തിന്റെ ന്യായവിധി കറക്റ്റ് ആകണം. நீயே வந்து என்னை கொல்ல வேண்டும், அதுதான் சரி, அதுதான் சரியான நியாயத்தீர்ப்பு. കാരണം ഒരിക്കൽ ദൈവം പറഞ്ഞതാണ്, അമാലേക്യരെ ഉന്മൂലനാശം ചെയ്യുവാൻ അയച്ചപ്പോൾ അമാലേക്കിന്റെ പേരേ ഭൂമിയിൽ നിന്ന് നീ நிசேஷமாய் மாற்றிக்களையலாம். ஒரு முறை இந்த அமலேக்கரை கொன்று அழிக்கும்படியாய் தேவன் அனுப்பின பொழுது சவுலுக்கு கட்டளை கொடுக்கப்பட்டது, இந்த அமலேக்கரை கொன்று அழித்து அவனுடைய பேர், அவனுடைய நாமம் இந்த பூமி வானத்திலெங்கு இல்லாதபடி என்றென்றைக்கும் இல்லாமலாக்க வேண்டும் என்று. അത് അനുസരിക്കാഞ്ഞ നിമിത്തം ഒരു അമാലേക്യ ബാല്യക്കാരനാൽ അവൻ കൊല്ലപ്പെടുന്നു. அதற்கு கீழ்ப்படியாதபடினால் ஒரு அமலேக்கிய வாலிபனாலே இவன் கொல்லப்படுகிறான். ദൈവത്തിന് സ്തോത്രം, கர்த்தருக்கு ஸ்தோத்திரம். ഈ ശൗലിന്റെ കഴുത്തു വെട്ടി ആ തലയും കൊണ്ട് ദാവീദിന്റെ അടുക്കൽ ചെല്ലുക. இந்த சவுலுடைய கழுத்தை வெட்டி, அதாவது தலையை எடுத்துக்கொண்டு ദാവീദിനിടത്തിലെ അവൻ ചെല്ലുகிறாൻ. 1 ശമൂവേൽ 31:10 വാക്യത്തിൽ വായിക്കുമ്പോൾ ശൗലിന്റെ ഉടൽ ഒരു ചുവരോട് ചേർത്ത് തൂക്കിയിട്ടു എന്നാണ്. 1 സാമുവേൽ 31:10 വാസിക്കും പൊഴുത് സൗലുடைய ശരീരമാனது ഒരു സുവരോട് സാർത്തി വയ്ക്കപ്പെട്ട് അത് അങ്ങ് കൊല്ലപ്പെട്ടதாக ഇരുന്നത്. അത് കറക്റ്റ് ന്യായവിധിയായിരുന്നു. അത് ശരിയാണ് ഒരു ന്യായത്തീർപ്പ്. കാരണം അനേക സന്ദർഭങ്ങളിൽ ദാവീദിനെ ചുവരോട് ചേർത്ത് തറയ്ക്കുവാൻ കുന്തമോങ്ങിയതാണ് ശൗൽ. പല വേളകളിലും இந்த தாவீதை சுவரோடு சேர்த்து குத்தும்படியாக அவன் பல முயற்சிகளை இந்த சவுல் எடுத்திருந்தான். അതേ നിലയിൽ ദൈവം ന്യായം വിധിക്കുന്നു. അതേ നിലവരത്തിൽ ദേവൻ ന്യായം തീർக்கிறார். അതേ ശൗലിന്റെ ഉടൽ ചുവരിൽ തൂക്കിയിടപ്പെടുന്നു. இந்த சவுலுடைய ശരീരമാனது சுவரோடு சேர்த்து அது தூக்கியிடப்படுகிறது. ഇങ്ങനെ അനേക വിഷയങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. இப்படி அநேக விஷயங்களை வேதாகமத்தில் காண முடிகிறது. ഒരുവൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ ഒരു ന്യായവിധി ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയുണ്ട്. ഒരു മനുഷ്യൻ இந்த பூமியில் தன்னுடைய சரீரத்தில் செய்கிறதான அந்த கிரியைகளுக்கு ஏற்றதான நியாயத்தீர்ப்பு அவன் இந்த பூமியில் தங்கி இருக்கும் பொழுது, வாசம் பண்ணும் பொழுதே அவனுக்கு ഉണ്ടാகிறது. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷിക്കുന്നത്, പ്രസംഗിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം,
ஆனபடினாலே நாங்கள் சுவிசேஷத்தை அறிவிக்கிறோம், நீங்கள் தேவனுக்கு பயப்பட வேண்டும். 2 കൊരിന്ത്യർ 5:11 വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം വചനത്തിൽ വാസിക്കും പൊழுது അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലനായ പൗൽ சொல்கிறார், കർത്താവിനെ ഭയപ്പെടണം എന്ന് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ആണ്ടവർക്ക് ഭയപ്പെട வேண்டும் என்று മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ സമ്മതപ്പെടുത്തുகிறோம். നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണമെന്ന് സമ്മതിപ്പിക്കുന്നു. നിങ്ങൾ കർത്തർക്ക് ഭയപ്പെട வேண்டும் என்று മനുഷ്യർക്ക് ബുദ്ധി சொல்லுகிறோம். കാരണം പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്നവെന്നാൽ കിരിയയ്ക്ക് ഏറ്റ വിധത്തിൽ ന്യായം തീർക്കக்கூடிയതാണ് ഒരു ദേവൻ ഇരിക്കാർ. ഞാൻ കേട്ടിട്ടുള്ള 1-2 സംഭവങ്ങൾ കൂടെ ദൈവം കറക്റ്റായിട്ട് ന്യായം വിധിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നതാണ് 1-2 സംഭവങ്ങൾ ദേവൻ ശരിയാക ന്യായം തീർக்கிறவர் என்று. ചില വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം, ചില വർഷങ്ങൾക്ക് മുൻപാக ആലപ്പുഴ എന്ന ഇടത്തിற்கு സമീപത്തിൽ ഒരു നടു റോഡിലിട്ട്, നാഷണൽ ഹൈവേയിൽ നടു റോഡിലിട്ട് ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊന്നു. ഒരു ദേശീയ നെടുഞ്ചാലയിൽ വെച്ച് ഒരു മനുഷ്യൻ മറ്റൊരു നബറെ അവൻ കുത്തിക്കൊല്ലുകയാണ്. പക്ഷേ ഈ കേസ് കോടതിയിൽ വന്നിട്ട് തക്കതായ തെളിവില്ലാഞ്ഞതുകൊണ്ട് കോടതി ആ പ്രതിയെ വെറുതെ വിട്ടു. இந்த கேஸானது இது அதாவது கோர்ட்டுக்கு வந்தது. அந்த இடத்தில் சரியான சாட்சி தெளிவில்லாதபடினால் இந்த புகாரை இந்த கேஸை அவர் விருதாக விட்டு விட்டார். ജഡ്ജി തന്റെ വിധി ന്യായത്തിൽ ഇങ്ങനെ എഴുതി, இந்த நியாயாதிபதி தன்னுடைய விதி கடைசி விதியில் அவர் இப்படி எழுதுகிறார், തക്കതായ നിലയിൽ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാഞ്ഞതുകൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു. இந்த தக்கதான இந்த அதாவது இந்த குற்றம் செய்தவருக்கு ஏற்றதான அதுக்கேற்றதான தெளிவுகளை அந்த ப்ரோசிக்யூஷன் சரியான விதத்தில் கொடுக்காதபடியினால் நான் இதை வெறுதாக விடுகிறேன் என்று. പക്ഷേ ദൈവിക കോടതിയിൽ നിന്ന് ഈ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ஆனால் அந்த தேவனுடைய அந்த கோர்ட்டில் இந்த மனிதன் ஒரு நாளும் மீட்படைய மாட்டான். സംഭവിച്ചത് എന്താണെന്ന് പറയാം. നടന്നത് என்ன தெரியுமா? അടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞ അടുത്ത വർഷം അതേ മാസം അതേ തീയതി അതേ സമയത്ത് അതേ സ്ഥലത്ത് വെച്ച് ഒരു ഇടിവെട്ടേറ്റ് ആ മനുഷ്യൻ അവിടെ മരിച്ചു. അടുത്ത வருடത്തിൽ അതേ கடந்த வருடத்தினுடைய அதே மாதம் அதே நாளில் இந்த மனிதன் மேல் ഒരു ഇടിயின் വല്ലമൈ താക്കി അതേ ഇടത്തിൽ இந்த മനുഷ്യൻ മരിച്ചു പോനാൻ. അവിടെ തന്നെ വീണ് മരിച്ചു. അവൻ അന്തടത്തിലേ വിழுந்து മരിച്ചു വിട്ടാൻ. ദൈവത്തിന്റെ ന്യായവിധി കൃത്യമാണ്. இந்த தேவனுடைய நியாயத்தீர்ப்பு சொல்லும் பொழுது அது சரியாக இருக்கிறது. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നാം കാണുന്നു. இப்படி எத்தனையோ சம்பவங்களை നാം നമ്മുടെ കണ്ണുകളാൽ കാണുகிறோம். ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ന്യായവിധിയുടെ ഒരംശം മനുഷ്യൻ സഹിക്കണം. இந்த ശരീരത്തിൽ ഇരിക്കുമ്പോൾ ന്യായത്തീർപ്പിനുடைய ഒരു പകുതി മനുഷ്യൻ തന്റെ ശരീരത്തിൽ ഏറ്റുകൊള്ള வேண்டும். രണ്ടാമത്തെ ഘട്ടം മരിച്ചതിന് ശേഷം പോയി ചേരുന്ന പാതാളമാണ്. രണ്ടാമത് പകുതി എന്ന് ചൊല്ലുമ്പോൾ മരിച്ചത് പിற்பாடு അവൻ സെന്റ് ചേരக்கூடிയതാണ് പാതാളം എന്ന ഇടം. പാതാളത്തിന്റെ ഭയങ്കരത്വത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. இந்த பாதாளத்தினுடைய பயங்கரமான நிலவரத்தை வேதாகமம் சொல்கிறது. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന ദുഷ്ടന്മാർ മരണാനന്തരം ഭൂമിയുടെ അധോഭാഗത്തേക്ക് പോകുന്നു. தேவனில்லாமல் மரிக்கக்கூடிய துன்மார்க்கர்கள் பூமியின் தாழ்விடங்களில் மரணத்துக்கு பிற்பாடு செல்கிறார்கள். അതികഠിനമായ ചൂടിൽ മാത്രമല്ല പുഴുക്കളാൽ കൃമികളാൽ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരെ അവിടെ അവൻ പീഡിപ്പിക്കപ്പെടും. അതിഭയങ്കരமான ഉഷ്ണം, அதனுடைய புழுக்கள், இவைகளுடைய வேதனைகள் நிமித்தமாக அந்த உயிர்த்தெழுதின் நாள் வரை அவன் அங்கு தங்கியிருக்கிறான். ഉയർത്തെഴുന്നേൽപ്പിൻ നാളിൽ ഇവൻ ഉയർത്തെഴുന്നേറ്റ വെള്ളസിംഹാസനത്തിന് മുൻപാകെ വന്ന് നിൽക്കണം. ഉയർത്തെഴുന്നതിൻ നാളിൽ ഇവൻ ഉയർത്തെഴുമ്പിനവനായി വെള്ള സിംഹാസനത്തിൽക്കുണ്ടാക വന്ന് ചേര വേണ്ടും. അതിനെയാണ് അന്ത്യ ന്യായവിധി എന്ന് വിളിക്കുന്നത്. അതെത്താൻ കടേസി ന്യായത്തീർപ്പ് എന്ന് ചൊല്ലപ്പെടുகிறது. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആ ദൈവസിംഹാസനത്തിന്റെ ദർശനം കാണാൻ കഴിയും. വെളിപ്പെടുത്തൽ വിശേഷം 20-ാം അധികാരം 12-ാം വസനത്തിൽ വാസിക്കുമ്പോൾ இந்த தேவனுடைய அந்த சிங்காசனத்தை குறித்து, அதாவது தேவனுடைய நியாயத்தீர்ப்பை குறித்து காண்கிறோம். ന്യായവിധിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ദൈവസിംഹാസനത്തിന്റെയും ന്യായവിധിയുടെയും വെളിപ്പാടാണ് അവിടെ കാണുന്നത്. இங்கே நியாயம் தீர்க்கப்படும்படியாக
தேவனால் ஸ்தாபிக்கப்படக்கூடியதான அந்த சிங்காசனமும் அந்த நியாய தீர்ப்பை குறித்ததான காரிய தரிசனங்களைத்தான் இந்த இடத்தில் நாம் காண்கிறோம். 1000 ஆண்டு வாഴ്ചയ്ക്ക് ശേഷം, 1000 ஆண்டு அரசாட்சிக்கு பிற்பாடு, ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെട്ട ശേഷം, இந்த வானமும் பூமியும் ஒடிந்து போன பிற்பாடு, വലിയവനായ ദൈവം മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുവാൻ തന്റെ സിംഹാസനം ശൂന്യതയിൽ സ്ഥാപിക്കുകയാണ്. സർവ്വവല്ലഭനായ ദേവൻ മനുക്കുലത്തെ ന്യായം തീർക്കുമ്പടിയായി திறந்த வெளியில் தம்முடைய சிங்காசனத்தை தேவன் ஸ்தாபிக்கிறார். വെളിപ്പാട് 20-11 വാക്യത്തിൽ വായിക്കുമ്പോൾ, வெளிப்படுத்தின விசேஷம் 20 அதிகாரம் 11 வசனத்தில் வாசிக்கும் பொழுது യോഹന്നാൻ പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. யோவான் சொல்கிறார், நான் ஒரு பெரிய வெள்ள சிங்காசனத்தை கண்டேன். അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അതിന്മേൽ ஒருவர் വീற்றிருக்கிறதை കണ്ടேன். ഏതാണ് ഈ വെള്ള സിംഹാസനം? இந்த வெள்ள சிங்காசனம் என்றால் என்ன? മനുഷ്യനെ ന്യായം വിധിക്കുവാൻ വലിയവനായ ദൈവം സ്ഥാപിക്കുന്ന സിംഹാസനം. മനുഷ്യനെ ന്യായം തീർക്കുമ്പടിയായി പെരിയവരാകിയ ദേവൻ ആയത്തമാക്കും വിടുതാണ് സിംഹാസനം. ആ സിംഹാസനത്തെ കുറിച്ച് പറയുന്നു, അത് വെള്ള സിംഹാസനമാണ്. அந்த സിംഹാസനത്തെ കുറിച്ച് சொல்லப்படுகிறது, അത് വെള്ള നിറത്തിലുള്ള സിംഹാസനം. വെള്ള എന്നുള്ളത് കാണിക്കുന്നത് അത് 100% നീതിയും 100% വിശുദ്ധിയും അടിസ്ഥാനപ്പെട്ട സിംഹാസനമാണ്. இந்த வெண்மை என்று சொல்லும் பொழுது அதிலிருந்து விளங்கிக் கொள்ளக்கூடியதான சத்தியம் என்னவென்றால், அது 100% പരിശുദ്ധത്തെയും 100% നീതിയെയും കാണിക്കും. ലോകത്തിൽ അതുപോലൊരു സിംഹാസനം ഇതിന് മുൻപും ഇതിന് പിൻപും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. உலகத்தில் இப்படிப்பட்டதான ஒரு சிங்காசனம் உலகத்தில் இதற்கு முன்பாகவோ இதற்கு பின்பாகவோ ஸ்தாபிக்கப்படவில்லை. ദൈവത്തിന് സ്തോത്രം, കർത്തൃക്ക് സ്തോത്രം. 100% നീതിയും വിശുദ്ധിയും അടിസ്ഥാനമായിട്ടുള്ള സിംഹാസനം. 100% നീതിയാലും പരിശുദ്ധത്തിനാലും നിറമ്പി அதை അസ്ഥിഭാരമാക്കിയതാണ് സിംഹാസനം. ആ നീതി മാനുഷിക നീതിയല്ല, ദൈവിക നീതി. இந்த நீதியை குறித்து பார்க்குമ്പോൾ അത് മനുഷിക നീതിയല്ല, അത് ദൈവിക നീതി. അതിന്റെ വിശുദ്ധി മാനുഷിക വിശുദ്ധിയല്ല, ദൈവത്തിന്റെ വിശുദ്ധി. അതിനുடைய പരിശുദ്ധമാനത് മനുഷികമായ പരിശുദ്ധമല്ല, ദൈവികമായ പരിശുദ്ധം. ദൈവത്തിന് സ്തോത്രം, കർത്തൃക്ക് സ്തോത്രം. മനുഷ്യൻ വിധിക്കുന്നത് പോലെയല്ല ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ വിധിക്കുന്നത്. മനുഷ്യൻ ന്യായം തീർപ്പത് പോലല്ല இந்த സിംഹാസനത്തിൽ വീற்றிരിക്കുന്നവർ ന്യായം തീർപ്പത്. യോഹന്നാൻ നോക്കുമ്പോൾ അതിൽ ഒരുവൻ ഇരിക്കുന്നു. യോവാൻ பார்க்குമ്പോൾ അതിൽ ഒരുവർ വീற்றிരിக்கிறார். അതിൽ ഇരിക്കുന്ന ഒരുവനാരാണ്? അതിൽ വീற்றிരിക്കും ഒരുവർ യാർ? ദൈവത്തിന് സ്തോത്രം, കർത്തൃക്ക് സ്തോത്രം. മുഴു ലോകത്തെയും ന്യായം വിധിക്കുവാൻ ദൈവത്താൽ അധികാരപ്പെടുത്തപ്പെട്ട ഒരുവൻ, മുഴു ഉലകത്തെ ന്യായം തീർക്കുമ്പടിയായി ദേവനാൽ നിയമിക്കപ്പെട്ടതാണ് ഒരുവർ. ആ ഒരുവൻ നസ്രയനായ യേശു. அந்த ஒருவர் നസനായ യേശുവേ. യേശു ക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. യേശു ക്രിസ്തുവേ അതെക്കുറിച്ച് சொல்லுகிறார். യോഹന്നാന്റെ സുവിശേഷം 5:22 വാക്യം വായിക്കുമ്പോൾ, യോവാൻ സുവിശേഷം 5 അധികാരം 22 വചനത്തിൽ വാസിക്കുമ്പോൾ യേശു പറയുകയാണ്, യേശു சொல்லுகிறார், പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാതാമേ ഒരുവരെയും ന്യായം തീർക്കാതപടി ന്യായത്തീർപ്പ് ചെയ്യും അധികാരം മുഴുവதையும் കുമാരനുക്ക് ഒപ്പ് കൊടുത്തിരിക്കുകയാണ്. മുഴുവലോകത്തെയും ന്യായം വിധിക്കുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിന്റെ പക്കൽ ഏൽപ്പിക്കാൻ പോകുന്നു. മുഴു ഉലകത്തെയും ന്യായം തീർക്കുമ്പടിயான അധികാരത്തെ പരത്തിൻ ദേവൻ ക്രിസ്തുവുക്ക് ഒപ്പ് കൊടുക്ക പോകുகிறார். അപ്പോസ്തല പ്രവൃത്തി 17:31 വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല നടപടികൾ 17 അധികാരം 31 വചനത്തിൽ വാസിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. അപ്പോസ്തലനായ പൗൽ അതെക്കുറിച്ച് വിളക്കமாக சொல்கிறார். 30 വാക്യത്തിൽ മാനസാന്തരത്തിന്റെ ഉപദേശത്തെ പൗലോസ് പറയുന്നു. 30 വചനത്തിൽ മനം തിരുമ്പലിൻ ഉപദേശത്തെ കുറിച്ച് അവർ சொல்கிறார். എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. இப்பொழுது மனம் திரும்ப வேண்டும் என்று எங்கும் உள்ள எல்லா மனுஷருக்கும் தேவன் கட்டளையிடுகிறார். അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുള്ള കാലങ്ങളെ ദേവൻ കാണാதவர் போல இருந்து எல்லா இடங்களிലുള്ള മനുഷ്യர்கள் മനം திரும்ப வேண்டும் என்று தேவன் கட்டளையிடுகிறார். മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവകൽപ്പനയെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല. എന്നാ മനം തിരുമ്പതിൻ ദേവകൽപ്പനയെ ചൊല്ലി അങ്ങ് നിർത്തുവതല്ല. നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ, നിങ്ങൾ മനം തിരുമ്പാവിട്ടാൽ ന്യായം വിധിക്കപ്പെടുന്ന ഒരു നാളുണ്ടെന്നുകൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ന്യായം തീർക്കപ്പെടக்கூடிയതാണ് ഒരു നാളുണ്ടെന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ. അതാണ് 31 വാക്യത്തിൽ പറയുന്നത്. അതുതാണ് 31 വചനത്തിൽ சொல்லப்படுகிறது. താൻ
താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, அவர் நியமித்ததான அந்த புருஷன் மூலமாக, ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം, தேவன் நியமித்ததான அந்த புருஷன் மூலமாக ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ അവൻ നിർണയിച്ചിരിക്കുന്നു. இந்த உலகத்தை நீதியோடு நியாயம் தீர்க்கும்படியாய் தேவன் ஒரு நாளை முன்குறித்திருக்கிறார். ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിർണയിച്ചിരിക്കുന്നു. இந்த உலகத்தை உருவாக்கி படைத்த தேவன் இந்த உலகத்தை நியாயம் தீர்க்கும்படியாய் ஒரு நாளை அவர் குறித்திருக்கிறார். മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിർണയിച്ചിരിക്കുന്നു. மனிதனை சிருஷ்டித்தான தேவன் மனிதனை நியாயம் தீர்க்கும்படியாய் ஒரு நாளை நியமித்திருக்கிறார். അങ്ങനെ ഒരു നാൾ ഉണ്ടെന്ന് നിങ്ങൾ മറന്നു ജീവിക്കരുത്. அப்படிப்பட்ட ஒரு நாள் உண்டு என்ற விஷயத்தை സുപ്രീം കോടതി ജഡ്ജി, இந்த சுப்ரீம் கோர்ட்டிற்கான அந்த நியாயாதிபதி யார்? നസറായ യേശു. அது நசனாய இயேசுவே. യേശു മുഴു ലോകത്തെയും ന്യായം വിധിക്കുവാൻ അധികാരം പ്രാപിച്ച് സിംഹാസനത്തിലിരിപ്പാൻ. இதோ இயேசுவானவர் முழு உலகத்தை நியாயம் தீர்க்கும்படியாய் அதிகாரத்தை பெற்று இதோ சிங்காசனத்தில் வீற்றிருக்கிறார். ഒരു കാലത്ത് യേശു രക്ഷകനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ஒரு காலத்தில் நம்முடைய இயேசுவானவர் அவர் மீட்பராய் இந்த உலகத்துக்கு வந்தார். അവൻ മനുഷ്യവർഗത്തെ രക്ഷയ്ക്ക് വേണ്ടി കരുണയോടെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. மனுக்குலத்தை രക്ഷിப்புக்காக மீட்புக்காக அன்போடு இரக்கத்தோடு அழைக்கிறார். പക്ഷേ അന്ന് ഭൂലോകം മനുഷ്യവർഗം യേശുവിനെ തള്ളിക്കളഞ്ഞു. அன்றைக்கு அன்றிருந்தான மனுக்குலம் இயேசுவை தள்ளிவிட்டது. അവർ പറഞ്ഞതെന്താണെന്നറിയാം? அவர்கள் சொன்னது தெரியுமா? ഇവൻ തച്ചന്റെ മകനല്ലയോ, இவன் தச்சருடைய குமாரன் அல்லவா, ഇവൻ മറിയയുടെ മകനല്ലയോ, இவன் மரியாளுடைய குமாரன் அல்லவா, യാക്കോബ് യോസ യൂദ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. யாக்கோபு யூதா யோசே என்பவருடைய சகோதரன் அல்லவா, தச்சன் அல்லவா என்று தள்ளிவிட்டார்கள். പിലാത്തോസിന്റെ മുൻപിൽ ന്യായം വിധിക്കപ്പെടുവാൻ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ இந்த பிலாத்துக்கு முன்பாக நியாயம் நிற்கும்படியாய் இயேசுவை கொண்டு நிறுத்தும் பொழுது പിലാത്തോസ് ചോദിക്കുകയാണ്, യഹൂദ ജനതയോട് ഞാൻ ആരെ വിട്ടുതരണം? இந்த பிலாத்து யூதா ஜனங்களை பார்த்து கேட்கிறான், யாரை நான் உங்களுக்கு விடுதலை செய்ய வேண்டும்? ബറബാസിനെയോ യേശുവിനെയോ? பரபாசையா இயேசுவையா? അന്ന് ജനാവലി വിളിച്ചു പറഞ്ഞു, ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാൻ. அன்றைக்கு இருந்த ஜனங்கள் அழைத்து சொன்னார்கள், பரபாசை விட்டு விடுங்கள், இயேசுவை சிலுவையில் எறியுங்கள். അന്നത്തെ യഹൂദ ജനത യേശുവിനെ തള്ളി. அன்றைக்கு இருந்தான யூதா ஜனங்கள் இயேசுவை தள்ளிவிட்டார்கள். വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം വീടിന്റെ മൂലക്കല്ലായി സ്ഥാപിച്ചു. வீடு கட்டினவர்கள் தள்ளியிருந்தான அந்த கல்லை தேவன் வீட்டிற்கு மூலக்கல்லாகவே ஸ்தாபித்தார். ഇന്നത്തെ മനുഷ്യരും യേശുവിനെ വലിയൊരു കൂട്ടം തള്ളുകയാണ്. இன்றைக்கு இருக்கக்கூடியதான மனுக்குலமும் ஒரு பெரிய சமூகமானது இயேசுவை தள்ளுகிறது. പലരും മുറവിളി കൂട്ടുന്നു, വിദേശികളുടെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. அநேகர் அறைகூவல் விடுத்து சொல்லுகிறார்கள், வெளிநாட்டுக்காரர்களுடைய தேவன் எங்களுக்கு வேண்டாம் என்று. നീ ചീഞ്ഞഴുകിയ യേശുവിന്റെ മാംസം ഞങ്ങൾക്ക് വേണ്ട இந்த அழுகி போனதான இயேசுடைய மாம்சம் எங்களுக்கு தேவையில்லை എന്ന് പറഞ്ഞ് പുറന്തള്ളുന്ന മനുഷ്യർ, இப்படி சொல்லி அவரை புறம்பே தள்ளிவிடும் மனிதர்கள், ഈ ലോകം തള്ളിക്കളഞ്ഞ യേശുവിനെ പിതാവായ ദൈവം മുഴു ലോകത്തെയും ന്യായം വിധിക്കുവാൻ അധികാരം കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്തുവാൻ പോകുന്നു. இந்த உலகம் தள்ளினதான இந்த இயேசுவை முழு உலகத்தை நியாயம் இருக்கும்படியாய் அதற்கேற்ற அதிகாரத்தை கொடுத்து சிங்காசனத்தில் இருத்த போகிறார். യേശു ക്രിസ്തു സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും. இயேசு சுப்ரீம் கோர்ட்டினுடைய நீதிபதியாக இருக்கிறார். അന്നത്തെ ന്യായവിധി ക്രിസ്തു തന്നല്ല. அன்றைக்குள்ள நியாய தீர்ப்பு கிறிஸ்து மட்டும் சேர்ந்து நடத்துவது. ന്യായവിധിയെ കുറിച്ച് അതൊരു സിംഗിൾ ബെഞ്ച് അല്ല, അതൊരു ഫുൾ ബെഞ്ചാണ്. அது இந்த நியாய விதி குறித்து நியாய தீர்ப்பை குறித்து பார்க்கும் பொழுது அது தனிப்பட்ட ஒரு நபருடைய பெஞ்ச் அல்ல, அநேகர் சேர்ந்தான ஒரு கூட்டு பெஞ்சாக இருக்கிறது. ക്രിസ്തു ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. இந்த கிறிஸ்துவானவர் பிரதான அவர் நியாயாதிபதியாக இருப்பார். ആ യേശുവിനോടുകൂടെ ആ സിംഹാസനത്തിൽ മറ്റ് ചിലരുകൂടെ ജഡ്ജിമാരായിരിക്കാൻ പോവുകയാണ്. இந்த இயேசுவோடு அவருடைய சிங்காசனத்தில் அவரோடு சேர்ந்து அநேக நியாயாதிபதிகளும் இருக்க போகிறார்கள். അതാരാണ്?
അവர்கள் യാർ? 1 കൊരിന്ത്യർ 6:2 വായിക്കുന്നു. 1 കൊരിന്ത്യർ 6 2 വാസിக்கிறோം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അപ്പോസ്തലനായ പൗൽ சொல்கிறார், നിങ്ങൾ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? നിങ്ങൾ ഉലകത്തെ ന്യായതീർപ്പീர்கள் എന്ന് അറിയീர்களா? ആരാണ് ആ നിങ്ങൾ എന്ന് സംബോധന ചെയ്യുന്നത്? നിങ്ങൾ എന്ന് யாரை குறித்து சொல்லப்படுகிறது? തന്റെ വിശുദ്ധന്മാർ, തന്നുடைய പരിശുദ്ധവാൻകൾ, അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ഉന്നതമായ ദേവനുடைய പരിശുദ്ധവാൻകൾ. അങ്ങനെ ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അപ്പടിപ്പെട്ടതാണ് ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ ഒരു ചെറിയ കൂട്ടം ഈ പളുകളിലുമുണ്ട്. അപ്പടിപ്പെട്ടതാണ് ഒരു ചിന്ന കൂട്ടം இந்த പളുകൾ ദേശത്തിലുമുണ്ട്. തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും കളിയിക്കവളയിലുമുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കളിയിക്കവളை എന്റെ ഇടത്തിലുമുണ്ട്. ഇന്ന് മനുഷ്യന്റെ കണ്ണിന് അവർ മറഞ്ഞിരിക്കുകയാണ്. ഇന്നേക്ക് മനുഷ്യരുടെ കണ്ണുകളിൽ അവർ മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് യേശുവിനെ പുറന്തള്ളിയതുപോലെ ഈ ചെറിയ കൂട്ടം വിശുദ്ധന്മാരെയും ഇന്നത്തെ ലോകം തള്ളിക്കളയുന്നു. അன்றைக்கு യേശുவை തള്ളിയതുപോലെ ഇന്നേക്ക് ഇന്ന് സിറിയ കൂട്ടമാണ് പരിശുദ്ധവാൻകൾ കൂട്ടത്തെയും ഉലകം തള്ളിവിടുகிறது. അവർ ഇന്ന് നിന്ദിക്കപ്പെട്ടവരാണ്. അവർ ഇന്നേക്ക് നിന്ദിക്കപ്പെട്ടവர்கள், ലോകത്താൽ അംഗീകരിക്കപ്പെടാത്തവർ, ഉലകത്താൽ ഏറ്റുകൊള്ളപ്പെടാത്തവർ, ആരുടെയും കണ്ണിൽപ്പെടാത്തവർ, അവർ യാരുടെ കണ്ണുകളിലും അവർ കാണപ്പെടാത്തവരായിരിക്കും. ലോകത്തിന്റെ മാനം ലഭിക്കാത്തവർ, ഉലകത്തിൻ ഘനത്തെ പെരാതവർ, ഈ ചെറിയ കൂട്ടം വിശുദ്ധന്മാർ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോകുന്നു. இந்த சின்ன கூட்டம் பரிசுத்தவான்கள் தேவனால் கனப்படுத்தப்பட போகிறார்கள். അവർ ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. അവർ தேவனால் ஏற்றுக்கொள்ளப்பட போகிறார்கள். ദൈവത്താൽ ഉയർത്തപ്പെടാൻ പോകുന്നു. தேவனால் உயர்த்தப்பட போகிறார்கள். ദൈവത്താൽ അധികാരം ലഭിക്കാൻ പോകുന്നു. தேவனால் அதிகாரத்தை பெற போகிறார்கள். വിശുദ്ധന്മാർ യേശുവിനോടുകൂടെ ഇരുന്ന് ന്യായം വിധിക്കും. പരിശുദ്ധവാൻകൾ യേശുവോടുകൂടെ ഇരുന്ന് ന്യായം തീർപ്പാர்கள். ആരാണ് ഈ വിശുദ്ധന്മാർ? യാർ இந்த പരിശുദ്ധവാൻകൾ? രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ, മനം തിരുമ്മിയ പരിശുദ്ധവാൻകൾ, സ്നാനമേറ്റ വിശുദ്ധന്മാർ, ജ്ഞാനസ്നാനം പെറ്റുകൊണ്ട പരിശുദ്ധവാൻകൾ, വിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാർ, പരിശുദ്ധാവിയെ പെറ്റുകൊണ്ട പരിശുദ്ധവാൻകൾ, വേർപാടും വിശുദ്ധിയും പാലിച്ച വിശുദ്ധന്മാർ, വേർപാടും ജീവിതം പരിശുദ്ധ ജീവിതത്തെ അവർ കടപിടിത്ത പരിശുദ്ധവാൻകൾ, അപ്പോസ്തോലിക കൂട്ടായ്മ ആചരിക്കുന്ന വിശുദ്ധന്മാർ, അപ്പോസ്തലരുടെ ഐക്യത്തെ കടപിടിക്കും പരിശുദ്ധവാൻകൾ, ഇന്ന് ലോകത്തിന്റെ മാലിന്യം പറ്റാതെ പരിശുദ്ധമായി ജീവിക്കുന്ന വിശുദ്ധന്മാർ, ഉലകത്തിനുடைய കളങ്കം ഏൽക്കാതെപടി പരിശുദ്ധமாக ജീവിക്കും പരിശുദ്ധവാൻകൾ, ലോകത്തെയും ജഡത്തെയും പാപത്തെയും കീഴ്പ്പെടുത്തി ജയജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ, ഉലകത്തെയും പാപത്തെയും എല്ലാ മാംസത്തെയും കീഴ്പ്പെടുത്തി ജയിത്ത് ജയജീവിതം ചെയ്യും പരിശുദ്ധവാൻകൾ, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്ന വിശുദ്ധന്മാർ, ആണ്ടവരായ യേശുവോടുകൂടെ പാട് സഹിക്കും പരിശുദ്ധവാൻകൾ, അവനോടുകൂടെ സഹിക്കുന്നു എങ്കിൽ അവനോടുകൂടെ വാഴുമെന്ന് നാം വായിക്കുന്നു. അവരോടുകൂടെ നാം സഹിപ്പോമാനാൽ അവരോടുകൂടെ ആളുകൾ ചെയ്യുവോമെന്ന് വാസിக்கிறோம். ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ യേശുവിനോടുകൂടെ ന്യായാസനത്തിൽ ഇരുത്തപ്പെടാൻ പോകുന്നു. இப்படிப்பட்ட பரிசுத்தவான்கள் യേശുവോടുകൂടെ அந்த ന്യായതീർപ്പിൻ സിംഹാസനത്തിൽ വീற்றிருக்க போகிறார்கள். അധികാരം പ്രാപിച്ച് യേശുവിനോടുകൂടെ ഇരുത്തപ്പെടാൻ പോകുക. അധികാരത്തെ പെറ്റുകൊണ്ട് യേശുവോടുകൂടെ അവർ വീற்றிருக்க போகிறார்கள். ഞാനും അവിടെ കാണുമെന്ന പ്രത്യാശയുള്ളവർ കൈ ഉയർത്തിയവർ അല്ലേലിയ പറഞ്ഞാൽ, ഞാനും അങ്ങേ കാണപ്പെടുവേൻ എന്ന് നമ്പിക്കുള്ള കരങ്ങളെടുത്ത് അല്ലേലേ சொல்லுவோம். വീണ്ടും ഒരു അല്ലേലിയോട് പറഞ്ഞാൽ മറുപടി അല്ലേലേ சொல்லுவோം. നല്ല ഉറപ്പ് പ്രാപിച്ചോണം, നല്ല ഉറുതിയെ പെറ്റുകൊള്ള வேண்டும். യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ കണ്ടത് അതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ആവിയിൽ ദർശിച്ചത് അതേ. ദൈവം അവനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക. ദേവൻ അവനെ പാർത്ത് சொல்லுகிறார், ഇങ്ങേ ഏറി വാ. ന്യായം വിധിക്കുവാൻ ഞാൻ നിന്നെ ഇരുത്തുവാൻ പോകുന്നു. സിംഹാസനം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ന്യായം തീർക്കപടിയായി സിംഹാസനത്തെ സ്ഥാപിക്ക പോകുகிறேன். அந்த சிங்காசனத்தில் உன்னை வீற்றிருக்க പോകുகிறேன். നീ ഇരുന്ന് ന്യായം വിധിക്കാൻ പോകുന്ന സിംഹാസനം കാണിച്ചു തരാമെന്ന്. നീ വീற்றிருந்து ന്യായം തീർക്കக்கூடிയതാണ് സിംഹാസനത്തെ ഉനക്ക് കാണിച്ചു തരുക. രാത്രിയിൽ അത് കണ്ടുകൊള്ളണം ദൈവമക്കൾ. ദേവന്റെ പിള്ളകൾ இந்த இரவில் அதை தரிசித்துக் கொள்ள வேண்டும். നാം സാധാരണ മനുഷ്യരല്ല, നാം സാധാരണ ജനങ്ങളല്ല. നാം മുഴു ലോകത്തെയും വിധിക്കുവാൻ അധികാരം ലഭിച്ചവരാണ്. നാം മുഴു ഉലകത്തെയും ആക്കിനെ തീർപ്പുക്കുட்படுത്തുம்படி அதிகாரம் பெற்றுக்கொண்டவர்கள். ക്രിസ്തു സുപ്രീം കോർട്ട് ജഡ്ജി. இந்த கிறிஸ்துவானவர் സുപ്രീം அந்த கோர்ட்டினுடைய அவர் நியாயாதிபதியா இருக்கிறார். വിശുദ്ധന്മാർ അവനോടുകൂടെ സഹജഡ്ജിമാർ. அந்த பரிசுத்தவான்கள் அவரோடு சேர்ந்து அவரோடு நியாயாதிபதிகள். വെളിപ്പാട് 20:12 വാക്യം വായിക്കുമ്പോൾ, വെളിപ്പെടുത്തൽ വിശേഷം 20-ാം അധികാരം 12-ാം വചനത്തെ വാസിക്കുമ്പോൾ, മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു. മരിച്ചവர்களாகிய சிறியோரும் பெரியோரும்
அந்த சிங்காசனத்துக்கு முன்பு வந்து நின்றார்கள். തമിഴിൽ അങ്ങനെയാണോ? ചെറിയൊരു വളരെ മനോഹരം. ചെറിയവരും വലിയവരും, சிறியவர்களும் பெரியவர்களும். ദൈവത്തിന് സ്തോത്രം, தேவனுக்கு ஸ்தோத்திரம். തമിഴിൽ അത്ര വ്യക്തമല്ല. അബാലവൃത്തം എന്ന മലയാളത്തിൽ ആബാലവൃത്തം എന്ന് சொல்லப்படுகிறது. ചെറിയവരും വലിയവരും എന്ന് പറയുമ്പോൾ അതിന് കുഞ്ഞുങ്ങൾ വൃദ്ധന്മാർന്ന് മാത്രമല്ല വേറെയും ഒരു അർത്ഥമുണ്ട്. சிறியவர்கள் பெரியவர்கள் சொல்லும் பொழுது குழந்தைகள் முதியோர் என்று மாத்திரமல்ல அதனுடைய பொருள். ഈ ലോകത്തിൽ വലിയ വലിയ പുള്ളികളൊക്കെ ഇല്ലേ? இந்த உலகத்தில் பெரிய பெரிய கனவான்கள் இருக்கிறார்களே, കോടികൾ നേടി കൊടി നാട്ടിയവരൊക്കെ, கோடி கணக்கு சம்பாதித்து அவர்கள் மாட்சிமை பெற்றவர்கள், ബഹുനില കെട്ടിടങ്ങൾ പണിഞ്ഞ് അതിൽ രാജകീയമായ നിലയിൽ സുഖിച്ചവർ, அடுக்குமாடி கட்டடங்களை கட்டி எழுப்பி அதிலே சுகங்கள் அனுபவித்தவர்கள், പുതിയ പുതിയ കാറുകളിൽ കയറി നടന്ന് സുഖിച്ചവർ, புதிய புதிய கார்களில் அவர்கள் வீற்றிருந்து சுகத்தை அனுபவித்தவர்கள், ജഡത്തിനും മനോവികാരത്തിനും ഒത്തവണ്ണം ജീവിച്ചവർ, மாம்சத்திற்கும் மன விருப்பத்துக்கு ஏற்ற விதத்தில் ஜீவித்தவர்கள், എന്താഗ്രഹിച്ചോ അത് കൈപ്പിടിയിൽ ഒതുക്കി എന്നാ പറയുന്നത്. ஏதாவது விரும்பினால் அதை கையின் உள்ளங்கைக்குள் கொண்டு வந்தவர்கள். അങ്ങനെ വലിയ വലിയ ആളുകൾ, அப்படிப்பட்ட பெரிய பெரிய நபர்கள், പെരിയവർ, அப்படிப்பட்ட பெரியவர்கள், പിന്നെ ചെറിയവര്, அதோடு சிறியவர்களும் എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ, என்று சொல்லும் பொழுது பிச்சைக்கார தரித்திரர்கள், എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ സിംഹാസനത്തിന് മുൻപാകെ വന്നു നിൽക്കും. இப்படி எல்லாரும் ஒன்று சேர்ந்து சிங்காசனத்துக்கு முன்பாக வருகிறார்கள். രാജാക്കന്മാർ, ராஜாக்கள், ചക്രവർത്തിമാർ, சக்கரவர்த்திகள், രാഷ്ട്രപതിമാർ, அதோடு ஜனாதிபதிகள், പ്രധാനമന്ത്രിമാർ, பிரதான மந்திரிகள், വകുപ്പ് മന്ത്രിമാർ, அதோடு சேர்ந்த கூட்ட அமைச்சர்கள், എംപിമാർ, அதோடு எம்பிகள், MLA-മാർ, MLA-കൾ, പിന്നെ കളക്ടർമാർ, அதோடு வட்டாட்சியர்கள், ശാസ്ത്രജ്ഞന്മാർ, அதோடு விஞ்ஞானிகள், നിരീശ്വരവാദികൾ, அதோடு கூட நாஸ்திகர்கள், ദൈവം ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ, தேவன் இல்லை என்று சொன்ன நபர்களும், ക്രിസ്തു ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞവരൊക്കെ, கிறிஸ்து பிறக்கவில்லை என்று சொன்னவர்கள், ഇന്ന് ചെന്ന് പറയുക യേശു ജനിച്ചിട്ടില്ലെന്ന്, இன்றைக்கு சில சொல்லார்கள் இயேசு பிறக்கவில்லை என்று. അങ്ങനെ പറഞ്ഞവരൊക്കെ എഴുന്നേറ്റ് അവിടെ പോയി നിൽക്കുക. இப்படி சொன்ன நபர்கள் எல்லாம் எழும்பி அங்கே போய் ഒരു நிற்கிறார்கள். വിറച്ചാ നിൽക്കുന്നത്. அவர்கள் பயந்து பயந்து நிற்கிறார்கள். സിംഹാസനത്തിൽ തേജസ്സോടെ മഹിമയോടെ അധികാരത്തോടെ ഇരിക്കുകയാണ് കർത്താവ്. ஆண்டவராയ இயேசு கிறிஸ்து சிங்காசனத்தில் மகிமையோடும் அதிகாரத்தோடும் வல்லமையோடும் விற்றிருக்கிறார். അവന്റെ തേജസ്സിന്റെ മുഖം കണ്ടപ്പോ കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ട്. அவருடைய மகிமையின் பிரகாசத்தை கண்ட பொழுது கால்முட்டுகள் எல்லாம் நடுங்குகிறது. മുഖത്തോട്ട് നോക്കാനുള്ള തന്റെ ഇടമില്ല, മുഖം കുനിച്ചാ നിൽക്കുന്നു. முகத்தை பார்க்கும்படியாக தைரியமில்லை, அவர்கள் தைரியமற்றவர்களாய் குனிந்து நிற்கிறார்கள். ഒരു കാലത്ത് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഈ മനുഷ്യൻ ജനിച്ചിട്ടില്ലെന്ന് ആ പറഞ്ഞ മനുഷ്യൻ ഇതാ തേജസ്സോടിരിക്കുന്ന മുമ്പിൽ കണ്ടപ്പോ വിറയ്ക്കുക. ஒரு காலத்தில் இயேசு பிறக்கவில்லை என்று சொன்னான் அந்த நபர், அந்த இயேசுவை கண்ட பொழுது அவனுடைய கால்கள் எல்லாம் நடுங்குகிறது. നിരീശ്വരവാദികൾ, அதாவது நாஸ்திகர்கள், യുക്തിവാദികൾ, அதோடு கூட சாஸ்திர ஞானிகள், ശാസ്ത്രജ്ഞന്മാർ, அதோடு கூட அதாவது விஞ்ஞானிகள், മാത്രമല്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന എല്ലാവരും തന്നെ, அதோடு கூட தேவனில்லை என்று சொல்லி நடந்த மற்றவர்கள், സകല ദരിദ്രന്മാർ, எல்லா தரித்திரர்கள், സകല മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ്, எல்லா மனிதரும் உயிர் தெழும்பி, വലിയവരും ചെറിയവരും എല്ലാം ഉയർത്തെഴുന്നേറ്റ്, பெரியவர்கள் சிறியவர்கள் யாவரும் உயிர் தெழும்பி, കൊല ചെയ്യപ്പെട്ടവരും கொலை செய்யப்பட்டவர்கள், മാത്രമല്ല കൊല ചെയ്തവരും, அதோடு கொலை செய்தவர்கள், അവരെല്ലാം ഒരുമിച്ച് അവിടെ പോയി നിൽക്കുക. எல்லாரும் சேர்ந்து அங்கு வந்து நிற்கிறார்கள். രണ്ടുപേരും മുഖാമുഖമായി കാണുന്ന സ്ഥലം. இவர்கள் ஒருவருக்கொருவர் முகமுகமாய் பார்க்கிறார்கள். പിടികിട്ടാ പുള്ളികൾ പലരുണ്ടല്ലോ ഗവൺമെന്റ് രേഖയിൽ. இந்த அரசாங்கத்துக்கு பிடி கொடுக்காதபடி மறைந்து நடக்கிறார்களே, அப்படிப்பட்ட நபர்கள் உண்டு. കേരളത്തിലൊരു പുള്ളിയുണ്ട് സുകുമാര കുറുപ്പ്, ഇതുവരെ കിട്ടിയിട്ടില്ല. கேரளத்தில் ஒரு நபர் உண்டு சுகுமாக குறுப்பு என்று, அவர் இதுவரை பிடி கொடுக்காமல் இருக்கிறார். ചാക്കോയെ കൊന്നതിന് തേടുകയാണ് ആളിനെ. சாக்கோவை அவர் கொண்டு விட்டார், ஆனால் இவரை தேடுகிறார்கள். പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. இதுவரை அவர் கிடைக்கவில்லை. എന്നൊക്കെ പറയുന്നത് അവിടെ തന്നെ ഉണ്ടെന്നാ. പക്ഷേ சில சொல்கிறார்கள் அந்த இடத்தில் இருக்காது, யாருக்கு தெரியும். പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഒളിക്കാനാണോ ഇടമില്ല. பணமும் நல்ல சுயாதீனம் இருந்தால் ஒழிக்க இடமில்லையா? ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഇവര് രണ്ടുപേരും മുഖാമുഖമായി കാണുന്ന ഒരു സ്ഥലമുണ്ട്. இந்த ரெண்டு நபர்களும் முகம் ஒருவருக்கு ஒருவர் பார்த்துக் கொள்ளக்கூடிய ஒரு இடம் உண்டு. ആരാ രണ്ടുപേരെന്നറിയാം? இந்த நபர்கள் ரெண்டு பேர் யார் தெரியுமா? കുറുപ്പും ചാക്കോയും. குறுப்பும் சாக்கோவும். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ഈ ஸ்தோத்திரம். സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. இந்த சிங்காசனத்துக்கு இருக்கிறார்கள். എന്റെ ചിന്ത കുറുപ്പിന്റെ പേടി യേശുവിനെയും അല്ല ഈ ചാക്കോയെ ആയിരിക്കും. என்னுடைய சிந்தை என்னவென்றால், இந்த குறுப்பினு கூடுதான பயம் இயேசுவை குறித்து அல்ல, இந்த சாக்கோவை குறித்து பயம் இருக்கும். ചാക്കോയാ പേടി. അവനതാണ്ട് അടുത്തിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് இந்த சாக்கோ அருகாமையில் இருக்கிறாரும், உயிர்த்தெழும்பி வந்திருக்கிறார். കൊല ചെയ്യപ്പെട്ടവരും കൊലയാളികളും, கொலை செய்யப்பட்டவர்களும் கொலை செய்தவர்களும், കൊള്ളയടിക്കപ്പെട്ടവരും കൊള്ള ചെയ്തവരും, கொள்ளையடிக்கப்பட்டவர்களும் கொள்ளை செய்தவர்களும், പീഡിപ്പിക്കപ്പെട്ടവരും പീഡിപ്പിച്ച
അനുഭവിച്ചവരും വേദന ഏറ്റവர்களுം വേദനപ്പെടുത്തിനവர்களுം എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ എല്ലാവരും சேர்ந்து ஒன்றாக രഹസ്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ്. இதோ രഹസ്യങ്ങൾ എല്ലാം വെളിപ്പെടக்கூடிய ഒരു വേള. എല്ലാവരും അപാലവൃദ്ധ ഉയർത്തെഴുന്നേറ്റതിന്റെ മുൻപാകെ നിൽക്കും. എല്ലാവരും സിറിയവர்களுം പെരിയവர்களுം ഉയരോടെ അங்கே நிற்கிறார்கள். 12-ാം വാക്യത്തിൽ വായിക്കുന്ന വെളിപ്പാട് 20:12 വെളിപ്പെടുത്തൽ 20:12 വാസിக்கிறோം. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടത്. അതേത് പുസ്തകങ്ങളാണെന്നറിയാം? அந்த புத்தகங்கள் எதுன்னு தெரியுமா? ഒരു മനുഷ്യന്റെ സകല വിഷയങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു മനുഷ്യനുடைய എല്ലാ കാര്യങ്ങളെയും എഴുതപ്പെട്ടതാണ്, നിனைവൂട്ടപ്പെടக்கூடிയതാണ് ഒരു പുസ്തകം. ഓർമ്മയാകുന്ന തിരിച്ചറിവിന്റെ നാൾ മുതൽ അവൻ അതായത് ஞாபகത്തിൽ പകുത്തെരിந்து அந்த செயல்பட தொடங்கின நாள் முதல் ഇന്നത് വരെ ചെയ്തതായ സകല കാര്യങ്ങളും തൽസമയത്ത് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കും. മരിക്കും വരെ അവൻ ചെയ്താன എല്ലാ കാര്യങ്ങളും അതേ വേളയിൽ പുസ്തകത്തിൽ എഴുതി പരത്തിൽ വയ്ക്കപ്പെടുகிறது. ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഉടൻ അവിടെ റെക്കോർഡായി. ഇங்கே கிரியையில் வருகிறது, அங்கே அது புஸ்தகத்தில் எழுதப்படுகிறது. ഇവിടെ ചിന്തിക്കുമ്പോൾ ഉടനെ അവിടെ റെക്കോർഡായി. இங்கே சிந்திக்குമ്പോൾ அங்கே പുസ്തകത്തിൽ എഴുതപ്പെടുகிறது. ഇവിടെ സംസാരിക്കുന്ന മുഴുവൻ ഉടൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ റെക്കോർഡായി സൂക്ഷിക്കും. இங்கே பேசக்கூடியது காரியம் உடனே பரலோகத்தில் புஸ்தகத்தில் எழுதப்பட்டு தேவனுக்கு பாதுகாக்கப்படுகிறது. പോയി നിൽക്കുമ്പോൾ ഈ പുസ്തകം അങ്ങോട്ട് തുറന്നു കാണിക്കും. அங்கே போய் நிற்கும்போது இந்த புஸ்தகத்தை திறந்து காண்பிக்கிறார். പ്രവർത്തികൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെടുന്നു. ക്രിയകളെല്ലാം അങ്ങേ വെളിപ്പെട്ടു വരുகிறது. മനുഷ്യന്റെ പ്രവർത്തികൾ മാത്രമല്ല, സർവവും തൽസമയത്ത് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. മനുഷ്യരുടെ ക്രിയകളാണത് അന്തந்த വേളയിൽ പരത്തിൽ ഇരിക്കக்கூடிയതാണ് പുസ്തകത്തിൽ അന്തந்த വേളയിൽ എഴുതപ്പെടുகிறது. അടുത്തായി വായിക്കുന്നു, മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. അടുത്തதாக വാസിக்கிறோம், മരിത്തവர்கள் തങ്ങളുടെ ക്രിയകൾക്ക് ഏറ്റപടി ന്യായം തീർക്കപ്പെട്ടാர்கள். ന്യായവിധി പ്രവർത്തികൾക്കൊത്തവണ്ണമാണ്. இந்த ന്യായ തീർപ്പ് கிரிகளுக்கு ஏற்ற விதத்தில் கொடுக்கப்படுகிறது. പ്രവൃത്തി എന്ന് പറയുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ. இந்த கிரி என்று சொல்லும் பொழுது ശരീരത്തിൽ തങ്ങി இருக்கும் பொழுது மட்டும்தான் உள்ளது. ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ജീവനോടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കുക. ചിലർ തവറാக വിളங்கிக் கொள்கிறார்கள், ജീവനോട് இருக்கும் பொழுது எப்படி வேண்டுமானாலும் ജീവിக்கலாம். നിങ്ങൾ പറയുന്ന പോലെ പാപം വിട്ടൊഴിഞ്ഞോ പരിശുദ്ധമായോ ഒന്നും ജീവിപ്പാൻ എളുപ്പമല്ല. നിങ്ങൾ சொல்லுது போல പാവത്തെ വിട്ട് പരിശുദ്ധമായി ജീവിപ്പത് അത് ലഘുവാന കാര്യമല്ല. മരിച്ച ശേഷം അവരുടെ സ്വന്തത്തിൽപ്പെട്ടവർ ഈ ഭൂമിയിൽ ഇരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെയൊന്ന് സ്വർഗത്തിൽ പോകാം. മരിത്ത പിற்பாடு അവരുடைய ഇനജന ബന്ധുക്കൾ ഏതാവത് ഒരു പുണ്യക്രിയകളെ നടത്തി അപ്പടി പറത്തുക്ക് പോകലാം. ദൈവത്തിന് അങ്ങനെ ചിലർ തെറ്റായി ധരിക്കുന്നു. ചിലർ ഇപ്പടി തവറാக വിളங்கிக் கொள்கிறார்கள். ദൈവത്തിന്റെ പ്രമാണം പറയുന്നു, ന്യായവിധി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. ദേവനുடைய വാർത്തയാണെന്ന് சொல்லுகிறது. ന്യായത്തീർപ്പാണത് അവരുടെ ക്രിയകളിൻപടി എന്ന്. ഈ പ്രവൃത്തി ശരീരത്തിലിരിക്കുമ്പോഴേ ഉള്ളൂ. இந்த கிரியை என்று சொல்லும் பொழுது അവൻ തന്റെ ശരീരത്തിൽ വാസം പണ്ടുള്ള അനുഭവമായിരിക്കും. ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന് പ്രവൃത്തി എന്ന് പറയുന്നൊന്നില്ല. ശരീരത്തെ അവൻ വിട്ടു പിരിந்து വിട്ടാൽ കിരിയ എന്നതാണ് ഒരു അനുഭവം പിற்பாടില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ വായിക്കുന്നത്, നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ ജ്ഞാനമോ ഒന്നുമില്ല എന്ന്. ആനപടിനാൽ அதாவது பிரசங்கின் புத்தகத்தில் வாசிக்கும்போதோ நீ செல்லக்கூடியதான அந்த പാതാളത്തിൽ 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, നീ പോയി ചേരുന്ന പാതാളത്തിൽ അവിടെ ജ്ഞാനമോ പ്രവൃത്തിയോ സൂത്രമോ ഒന്നും തന്നെയില്ല. നീ പോകുന്ന പാതാളത്തിലെ ചെയ്കയും വിത്തയും അറിവും ജ്ഞാനവും ഇല്ല. 9-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 9-ാം അധ്യായം 10-ാം വചനത്തിൽ പടി വാസിக்கிறோம். ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ഇപ്പോൾ ചെയ്തു കൊള്ളണം. ചെയ്യുമ്പടി ഉൻ കൈക്ക് നേരിടുന്നത് എതുവോ അത് ഇപ്പോഴത് ചെയ്തു കൊള്ള വേണ്ടും. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നീ പോകുന്ന പാതാളത്തിലെ ചെയ്യുകയോ വിത്തയോ അറിവോ ജ്ഞാനമോ ഇവയൊന്നുമില്ല. പാതാളത്തിൽ ചെന്നാൽ പിന്നെ പ്രവൃത്തിയില്ല. പാതാളത്തിക്ക് ചെന്ന് വിട്ടാൽ അങ്ങ് കിരിയ എന്തുകൊണ്ടുമില്ല. പാതാളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സൂത്രവും വലിക്കുകയില്ല. ഇവിടെ സൂത്രത്തിലൊക്കെ രക്ഷപ്പെട്ട. പാതാളത്തിൽ ചെന്ന് വിട്ടാൽ അങ്ങ് വിത്തകൾ ഒന്നും വലിക്കാതെ ഇങ്ങ് പല വിത്തകളെയും കാണിച്ചു വിടലാം. പലരും ഇന്ന് പല സൂത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ പോകാൻ. ഇന്നേക്കും അനേകർ പല തന്ത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കാர்கள் പരലോകത്തേക്ക് ചെല്ലുമ്പടി. ഒരുപക്ഷെ നരകത്തിൽ ചെന്ന് അകപ്പെട്ടാൽ അവിടെ നിന്ന് പിടിക്കാൻ ചില സൂത്രങ്ങൾ. അത് മാത്രമല്ല, പാതാളത്തിൽ നരകത്തേക്ക് ചെന്ന് വിട്ടാൽ അങ്ങ് എപ്പോഴാത് പിടിച്ചു നിൽക്ക വേണ്ടുമേ അതற்கேற்றதான തന്ത്രങ്ങളെയും കണ്ടുപിടിக்கிறார்கள். ഒരിക്കലൊരു യൗവനക്കാരനോട് സുവിശേഷം പറയുമ്പോൾ ഒരു മുறை ഒരു വായുപീഠത്തിൽ സുവിശേഷം അറിയിത്ത പൊழுது രക്ഷിക്കപ്പെടണം, പാപം വിട്ടു തിരിയണം, ഇല്ലേ പാതാളത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി,
ரட்சிக்கப்பட வேண்டும், பாவம் விட்டு ஜீவிக்க வேண்டும், பாதாளத்தில் செல்லக்கூடாது என்று சொன்ன பொழுது அவன் என்ன பதில் கொடுத்தான் தெரியுமா? ഉപദേശി ഞാനിപ്പോ എയർ കണ്ടീഷനിങ് പഠിക്കുക. அதாவது பிரசங்கியாரே, நான் இப்பொழுது ஏர் கண்டிஷன் சம்பந்தமான காரியங்களை படிக்கிறேன். രണ്ട് ഉദ്ദേശമാണുള്ളത്. அது ரெண்டு நோக்கத்தோடு நான் படிக்கிறேன். ഒന്ന് ഈ ഭൂമിയിൽ ഒരു തൊഴിൽ, ஒன்று இந்த பூமியில் இருக்கும் பொழுது ஒரு வேலை, മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്, മറ്റൊരു നോക്കമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഒരു നരകമുണ്ടെങ്കിൽ അവിടെ ചെന്ന് പെടുകയാണെങ്കിൽ അവിടെ രണ്ട് മുറി ഞാൻ AC. நீங்கள் சொல்லுகிறது போல ஏதாவது நரகம் என்று என்றால் நான் அங்கு சென்ற பிற்பாடு 2 அறைக்கு அப்படி நல்ல குளிர்சாதன வசதிகள் எல்லாம் ஒழுங்குபடுத்தி விடுவேன். സൂത്രം കണ്ടുപിടിച്ചിരിക്കും. இப்படி തന്ത്രத்தை அவர் കണ്ടുപിടിച്ചിരിக்கிறார். ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സ്നേഹിത, നിന്റെ AC അവിടെ കൊണ്ട് എന്നാൽ അവിടുത്തെ ചൂടറിയാമോ? 4000 ഡിഗ്രി ചൂടായി ഇപ്പൊ ഈ ഭൂമിയുടെ അടിയിൽ തന്നെ. நான் அங்க சொன்னேன், தங்கமான சகோதரனே, நீ சொல்லுது போல அங்க பலிக்காது. அந்த இடத்துக்கு சென்றால் 4000 டிகிரி சூடு அங்க அனுபவமாயிருக்கிறது. അതോ ഭാഗത്ത്, அது பூமியின் தாழ்விடங்களில் ഉയർത്തെഴുന്നേൽക്കുന്ന വരെ പോയി ചേരുന്ന സ്ഥലത്ത്, உயிர்த்தெழும்பும் வரை சென்று சேரக்கூடியதான அந்த இடத்தில் എന്റെ AC മെക്കാനിസം അങ്ങോട്ട് കൊണ്ട് അടുപ്പിക്കണ്ടേ? അതിനുമുമ്പ് ഉരുകിപ്പോകും. உன்னுடைய இந்த குளிர்சாதன வசதி, இந்த ஒழுங்குமுறைகள் எல்லாம் அங்கு சென்றால் எல்லாம் உருகி போய்விடும். ഒരു സൂത്രവും ഫലിക്കയില്ല. அங்கே வித்தை தந்திரங்கள் ஒன்றும் அங்கே நிற்காது. മറ്റു ചിലരൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. மற்றும் சிலர்களும் சில தந்திரங்கள் வித்தை கண்டுபிடித்திருக்கிறார்கள். കേരളത്തിലെ ഒരു മിടുക്കം പറഞ്ഞതാണ്. கேரளத்தில் ஒரு திறமைசாலி சொன்னார், ഞാൻ സ്വർഗത്തിൽ പോകാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. நான் பரலோகத்துக்கு செல்ல ஒரு வழி கண்டுபிடித்திருக்கிறேன். മരിച്ച സ്വർഗത്തിന്റെ വാതുക്കൽ ചെല്ലും, மரித்து பரலோகத்தின் வாசல் வரை செல்வேன். സദാസമയവും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു അഴുക്കായ തോർത്തുമുണ്ടുണ്ട്. எல்லா வேளையும் எப்பொழுதும் சுமந்து கொண்டு செல்லக்கூடியதான ஒரு துண்டு, ஒரு தோர்த்து இருக்கிறது. അതെപ്പോഴും ഇങ്ങനെ തോളിൽ ഇട്ടുകൊണ്ട് നടക്കും. அந்த துண்டை எப்பொழுது அவர் தோளில் போட்டு நடக்கிறார். പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ പോകുന്ന വാതൊക്കെ ഇതൂടെ കൊണ്ടുപോകും. நான் பரலோகத்துக்கு செல்லும் பொழுது போகும்பொழுது இந்த துண்டையும் எடுத்து நான் கொண்டு போவேன். വാതൊക്കെ നിന്നുകൊണ്ട് ഇത് അകത്തോട്ട് ഇങ്ങനെ എറിയും. இந்த வாசலுக்கு வெளியே இருந்து கொண்டு இந்த டவலை எடுத்து நான் உள்ளே வீசி எறிவேன். നാറുന്ന തുണിക്കഷ്ണം അവിടെ വീഴുമ്പോ ദൈവം വിശുദ്ധനല്ലേ, അവിടെ ഇരിക്കുന്നവരെല്ലാം വിശുദ്ധരല്ലേ, ആരും ഇതുകൊണ്ട് ഇത് കൈകൊണ്ട് തൊടുകയല്ല. அவ்வளவு இந்த நாரக்கூடியதான இந்த துணியை நான் எடுத்து உள்ளே எரியும் பொழுது தேவன் பரிசுத்தராயிருக்கிறார், தூதர்கள் பரிசுத்தவான்களாய் இருக்கிறார்கள். இந்த நாரக்கூடிய துணியை யாருமே தொடமாட்டார்கள். உடனே தெய்வம் അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറ, ഇത് ആരുടേതാ, എടുത്തുകൊണ്ട് പോകും. உடனே தேவன் சொல்லுவார், இது யாருடைய துணி, யாரோ போட்டதோ அதை எடுத்து கொண்டு போக சொல்லுவார். ഞാൻ വെളിയെന്നുകൊണ്ട് പറയാം, അത് എന്റേതാ. அவர் வெளியே என்று சொல்வார், இது எனக்குரியது. കയറി എടുത്തോണ്ട് പോകും. நான் அந்த வழி எடுத்துக்கொண்டு செல்வேன். എടുക്കാൻ ഞാൻ കേറും, പിന്നെ ഇറങ്ങുകയില്ല. நான் அந்த துண்டை, அந்த தவலை எடுக்கும்படியா ஏறுவேன், பிற்பாடு வெளியே இறங்க மாட்டேன். ഇത്രയും സൂത്രമുള്ളവർ പളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. இப்படிப்பட்ட தந்திரசாலிகள் இந்த பழுகில் இருக்கிறார்கள் என்று எனக்கு தெரியாது. പാതാളത്തിൽ ഒരു സൂത്രവും ഫലിക്കയില്ല. நீ சென்று சேரக்கூடிய பாதாளத்தில் ஒரு வித்தையும் அங்கே பலிக்காது. അവിടെ അറിവോ ജ്ഞാനമോ ഇല്ല. அங்கே அறிவு ஞானம் என்பது இல்லை. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ന്യായവിധി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, இந்த நியாயத்தீர்ப்பு என்று சொல்வது அது கிரிகளினுடைய அஸ்திவாரத்தில். മരണാനന്തരം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാവതല്ല. மரணத்தோடு சேர்ந்து யாராவது எந்தாவது கிரிகளை செய்தால் அதனால் பிரயோஜனமில்லை. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ന്യായവിധി എന്ന് പഠിക്കുമ്പോൾ, நியாயத்தீர்ப்பை குறித்து படிக்கும் பொழுது ഇനിയും അനേക വിഷയങ്ങളുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ട് വേഗത്തിൽ പോകട്ടെ. அநேக காரியங்கள் உண்டு, சமயம் கடந்திருக்கக்கூடிய நான் சீக்கிரத்தில் சொல்கிறேன். പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ന്യായവിധി, கிரிகளின்படியே நியாயத்தீர்ப்பு. വ്യക്തമായി പറഞ്ഞാൽ ശരീരത്തിൽ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ജീവിച്ച ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവിക ന്യായവിധി. தெளிவாக சொல்ல போனால் இந்த உலகத்தில் சரீரத்தில் வாசம் பண்ணும் பொழுது செய்தான கிரிகளுடைய அதனுடைய ஆதாரமாக்கி நியாயத்தீர்ப்பு கொடுக்கப்படுகிறது. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ന്യായവിധിയെ കുറിച്ച് റോമാലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. நியாயத்தீர்ப்பை குறித்து ரோம நிருபம் 2-ாம் அதிகாரத்தில் பரிசுத்த பவுல் சொல்கிறார். 2-ന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2-ാം அதிகாரம் 2-ാം വചനത്തിൽ இப்படி வாசிக்கிறோம். ഈ ന്യായവിധി സത്യാനുസരണയായിട്ടാണ്. இந்த நியாயத்தீர்ப்பு സത്യത്തെ ആധാരമാക്കി സത്യത്തിൻപടി ന്യായത്തീർപ്പ് കൊടുക്കുന്നു. 100% സത്യമായിരിക്കും. അത് 100% സത്യം, ഉണ്മയിൻപടി. ഈ സിംഹാസനത്തിന് മുൻപാകെ ഒരു കുറ്റവാളിയും രക്ഷപ്പെടത്തില്ല. இந்த சிங்காசனத்துக்கு முன்பாக ஒரு குற்றவாளியும் தப்பித்துக் கொள்ள முடியாது. ഈ സിംഹാസനത്തിന് മുൻപാകെ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടത്തുമില്ല. இந்த சிங்காசனத்துக்கு முன்பாக குற்றமற்றவன் நியாயம் தீர்க்கப்படுவதில்லை. 100% നീതിയോടെ സത്യത്തോടെ ന്യായം വിധിക്കുന്നത് ഈ ദൈവസിംഹാസനമാണ്. 100% ഉണ്മയോടും സത്യത്തോടും കൂടെ ന്യായം നിൽക്കக்கூடிയതാണ് ഇന്ന് ദേവസിംഹാസനം. റോമർ 2-ന്റെ 5 വായിക്കുന്നു. റോമർ
இரண்டாம் அதிகாரம் 5ஆம் வசனத்தில் வாசிக்கிறோம், ഇത് 100% നീതിയുള്ള വിധിയായിരിക്കും. இது 100% நீதியுள்ள தீர்ப்பாயிருக்கும். 2:11 വാക്യത്തിൽ വായിക്കുന്നു, இரண்டாம் அதிகாரம் 11ஆம் வசனத்தில் வாசிக்கிறோம், ഈ ന്യായവിധിയിൽ മുഖപക്ഷമില്ല. இந்த நியாய தீர்ப்பின் வேளையிலே പക്ഷപാതം இல்லை. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. தேவன் மனிதனுடைய முகத்தை பார்ப்பதில்லை. കുടുംബമോ പാരമ്പര്യമോ ഇതൊന്നും ദൈവം നോക്കുന്നില്ല. குடும்பம், பாரம்பரியம் இவைகளை தேவன் பார்ப்பதில்லை. പലരും ധരിക്കുന്നുണ്ട് ഇന്ന കുടുംബത്തിൽപ്പെട്ട എന്നെ ദൈവം അങ്ങനെ കരുണ കൂടാതെ ന്യായം വിധിക്കുമെന്ന്. சிலர் இப்படி சிந்திக்கிறார்கள், இன்ன குடும்பத்தில் பிறந்த என்னை தேவன் இரக்கத்தோடு கூட என்னை காத்துக் கொள்வார் என்று. എന്നെ അങ്ങനെ കരുണയില്ലാതെ അങ്ങ് ന്യായം വിധിക്കുമോ? அப்படி இரக்கமில்லாதபடி என்னை நியாயந்திருப்பாரோ? കാരണം ഞങ്ങളുടെ കുടുംബം ഏതാണെന്നറിയാമോ? காரணம் எங்களுடைய குடும்பம் எப்படி தெரியுமா? അങ്ങ് അന്ത്യോക്യായിൽ നിന്ന് കുടിയേറി പാർത്ത വംശത്തിൽപ്പെട്ടതായി. அந்தியோகியாவில் പളുകൽ അത്രയും പാരമ്പര്യമുള്ളവർ കാണത്തില്ല. அந்தியோகியாவிலிருந்து நடந்து அப்படி குடியேறி பார்த்தார்கள். அந்த அளவுக்கு பாரம்பரியம் பழுகலில் யாருக்கும் இருக்காது. സിറിയയിൽ നിന്ന് കുടിയേറി പാർത്തതാണ്. சிரியா தேசத்திலிருந்து அங்கிருந்து கடந்து வந்து தங்கினவர்கள் കുടിയേറ്റ വാർഷികവും ഒക്കെ ആഘോഷിക്കുക. இப்படி குடியிருப்பினுடைய ஜென்ம நாள், அதாவது அதனுடைய நினைவு நாளை கொண்டாடுகிறார்கள். ദൈവം മുഖം നോക്കുന്നില്ല. தேவன் முகத்தை பார்ப்பதில்லை. മറ്റു ചിലർ ധരിക്കുന്നത് എന്താണെന്നറിയാം? சிலர் சிந்திப்பது என்ன தெரியுமா? ഞാനൊരു അല്പം മദ്യപിച്ചു ദോഷമൊക്കെ ചെയ്തെങ്കിലും പള്ളി പണിയാൻ 2 ലക്ഷം കൊടുത്ത நானு கொஞ்சம் மதுபானம் பண்ணினாலும் சின்ன சின்ன காரியங்கள் தவறு செய்தாலும் ஆலயம் கட்டும்படியா 2 லட்சம் கொடுத்திருக்கிறேன். പാവപ്പെട്ട 2 പെൺപിള്ളാരെ കെട്ടിച്ചേ. அதாவது எளிய குடும்பத்தில் 2 பெண் பிள்ளைகளுக்கு விவாகம் பண்ணுவதற்கு உதவி செய்தேன். 10 തയ്യൽ മെഷീൻ വാങ്ങി ഫ്രീ ആയിട്ട് കൊടുത്തു. 10 தையல் மிஷின் வாங்கி இலவசமாக கொடுத்திருக்கிறேன். പാവപ്പെട്ട 5 വീട്ടുകാർക്ക് 5 കറവ പശുക്കളെ വാങ്ങി കൊടുത്തു. அதாவது எளியவர்களாகிய 5 வீட்டாருக்கு 5 കറവി മാടുകളെ വാങ്ങി കൊടുത്തേൻ. ചെറുക്ക ചാരായമൊക്കെ കുടിക്കുമെങ്കിലും ഇത്രയൊക്കെ ചെയ്തില്ലയോ? കൊഞ്ചം ചാരായം കുടിത്താലും ഇവളെല്ലാം ചെയ്യലയാ? ദൈവം ഇതൊക്കെ അങ്ങ് മറന്നു കളയോ? ദേവൻ ഇതെല്ലാം മറപ്പാരാ? ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. ദേവൻ മനുഷ്യരുടെ മുഖത്തെ പാർപ്പതില്ല. അവന്റെ നീതി പ്രവർത്തികൾ അവിടെ ആദരിക്കപ്പെടത്തില്ല. അവനുடைய നീതിക്രിയാണത് അവനെ പിൻപറ്റി വരുവതില്ല. മുഖപക്ഷമില്ലാത്ത ന്യായവിധി. മുഖത്തെ പാർക്കാതവിടെയുള്ള ന്യായത്തീർപ്പ്. അതാണ് റോമർ 2:11 വായിക്കുന്നത്. അതാണ് 2ആം അധികാരം 11ആം വചനത്തിൽ വാസിக்கிறோம். അടുത്തത്, ഇവിടെ ന്യായം വിധിക്കപ്പെടുവാൻ ഒരു നിയമാവലിയുണ്ട്. ഇങ്ങേ ന്യായം തീർക്കുമ്പടിയായി ഒരു നിയമം, അതായത് ഒരു ചട്ടമുണ്ട്. ഈ ലോകത്തിൽ ഒരു കോടതി ന്യായം വിധിക്കുന്ന നിയമം വച്ചാണ്. இந்த உலகத்தில் ஒரு அது கோர்ட்டானது நியாயம் தீர்க்கும் பொழுது அதற்கு சில பிரமாணங்கள் கட்டளைகள். മനുഷ്യനെ ന്യായം വിധിക്കുന്ന നിയമാവലി ഏതാണ്? தேவன் நியாயம் தீர்க்கும்படியான நியமம், அதாவது அந்த கட்டளை பிரமாணம் என்ன? പ്രധാനമായി 3 വിഷയങ്ങൾ വെച്ചാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. മുഖ്യமாக 3 കാര്യങ്ങളെ வைத்து தேவன் மனிதனை நியாயம் தீர்க்கிறார். ഒന്ന്, മനസാക്ഷിயின் പ്രമാണം വെച്ച് മനുഷ്യനെ ന്യായം വിധിക്കും. ഒന്ന്, മനസാക്ഷിயின் പ്രമാണത്തിനാലേ അവനെ ന്യായം തീർக்கிறார். ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികൾ, ന്യായപ്രമാണത്തെ பெற்றுக்கொள்ளாத പ്രജാതികൾ, സുവിശേഷം കേൾക്കാത്ത മനുഷ്യർ, സുവിശേഷത്തെ കേൾക്കാത്ത മനുഷ്യர்கள், അവരെ ദൈവം ന്യായം വിധിക്കുന്നത് മനസാക്ഷിயின் പ്രമാണം വെച്ച്. அப்படிப்பட்டவர்களை தேவன் நியாயம் தீர்ப்பது அவருடைய மனசாட்சியின் பிரமாணத்தினாலே நியாயம் தீர்க்கிறார். മനസാക്ഷി എന്ന് പറയുന്ന സകല മനുഷ്യർക്കുമുള്ളതാണ്. இந்த മനസാക്ഷി എന്ന് சொல்லும்போது എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരുവൻ ആദ്യമായി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കും. முதலாவது ஒரு மனிதன் தவறு செய்யும் பொழுது முதலாவது அவனுடைய മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുகிறது. ആദ്യമായി പുകവലിക്കുന്ന ഒരു കൊച്ചനെന്ന് വിചാരിക്കുക, 12 വയസ്സുള്ള 12 വയതുള്ള ഒരു ചിന്ന പയ്യൻ முதலாவது புகை വലിக்கிறான் நினைக்கிறவர்கள். ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആയിക്കൊള്ളട്ടെ, അവൻ ക്രിസ്തവനോ മുസ്ലിമോ ഹിന്ദുവോ എന്ത മതത്തായിരിക്കട്ടെ, ആദ്യമായി ഒരു സാധുബീഡി വലിച്ചിട്ട് അവൻ முதலாவது ഒരു സാധുബീഡി അവൻ കുടിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് കയറിയപ്പോ അപ്പന്റെ മുഖത്തോട്ട് നോക്കാനൊരു മടി. വീട്ടിൽ சென்று தகப்பனுடைய முகத்தை பார்க்க பயமா இருக்கிறது. മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നു, മുഖം വാടിയിരിക്കുന്നത്, മുഖം കുനിந்திருக்கிறார். എന്താ കാരണം? കാരണം என்ன? അവന്റെ മനസാക്ഷി അവനോട് പറയുന്നു നീ ചെയ്ത തെറ്റാ. അവനുடைய മനസാക്ഷി അവനുക്ക് ബോധിക്കുന്നത് നീ ചെയ്തത് തവറെന്ന്. മനസാക്ഷി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. இந்த മനസാക്ഷി എന്ന് சொல்வது മനുഷ്യനുക്ക് மட்டுமே ഉണ്ട്. ഒരു പാപം ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കും. ഒരു പാപത്തെ ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുகிறது. എന്നാൽ മൃഗങ്ങൾക്ക് ഈ പറയുന്ന കാര്യമില്ല. മൃഗങ്ങൾക്ക് ഈ சொல்லப்படக்கூடிய കാര്യമില്ല. ഒരു പൂച്ച ഒരു എലിയെ കടിച്ചു തിന്നു. ഒരു പൂനയാനത്
ஒரு எலியை கடித்தது. ഒരിക്കൽ പോലും പൂച്ചയുടെ മനസാക്ഷി അതിനെ കുറ്റം വിധിക്കുന്നില്ല. ஒரு முறை போலும் அந்த பூனையினுடைய மனசாட்சி அதை குற்றப்படுத்துகிறது. ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങി. ஒரு பாம்பு ஒரு தவளை விழுங்குகிறது. ഒരിക്കൽ പോലും പാമ്പിന്റെ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ല ഞാനൊരു പാപം ചെയ്തെന്ന്. நான் பாவம் செய்தேன் என்று ஒரு முறை கூட அந்த பாம்பின் மனசாட்சியில் குற்றம் உண்டாகவில்லை. എന്നാൽ മനസാക്ഷി മനുഷ്യനുള്ളതാണ്. ஆனால் இந்த மனசாட்சி என்று சொல்றது மனிதனுக்கு மட்டும்தான் உண்டு. അത് വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ഉള്ളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. அது வித்தியாசமில்லாதபடி எல்லாருக்குள்ளே வைக்கப்பட்டிருக்கிறது. ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്നു. ஒரு தவறு செய்யும் பொழுது அவனுடைய மனசாட்சி முதலாவது அவனை குற்றப்படுத்துகிறது. ആ മനസാക്ഷിயின் പ്രമാണം വെച്ച് അവൻ ന്യായം വിധിക്കപ്പെടും. அந்த மனசாட்சியின் பிரமாணத்தினாலே அவன் ஆக்கினைத்திற்குட்படுத்தப்படுகிறான். റോമാലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ അതാ വായിക്കുന്നത്. ரோமர் 2-ാം അധ്യായം 12-ാം വചനത്തിൽ വാസിக்கிறோம். ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികൾ അവർ ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല എങ്കിലും അവർ പാപം ചെയ്താൽ അതിനാൽ അവർ നശിച്ചു പോകുന്നു. 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? 12-ാം വചനത്തിൽ വാസിക്കും பொழுது நியாயப்பிரமாணத்தை பெற்றுக்கொள்ளாத புறஜாதிகள் அவர்கள் பாவம் செய்வார்களானால் அதனாலே அவர்கள் ஆக்கினைத்திற்படைவார்கள். അവർ നശിച്ചു പോകുന്നു. அவர்கள் അഴിந்து പോവാர்கள். ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്യുന്നവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അവർക്കും ഒരു ശിക്ഷാവിധി ന്യായവിധിയുണ്ട് മനസാക്ഷിயின் പ്രമാണം വെച്ച്. அவர்களுக்கும் ஒரு நியாயத்தீர்ப்புண்டு. அது மனசாட்சியின் பிரமாணத்தினாலே அவர்கள் நியாயந்தீர்க்கப்படுகிறார்கள். ആ മനസാക്ഷിയെ കുറിച്ചാണ് റോമർ 2:15 വായിക്കുന്നത്. அது மனசாட்சி குறித்து ரோமர் நிருபம் 2:15 வாசிக்கிறோம். അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. அவருடைய மனசாட்சியும் சேர்ந்து சாட்சி கொடுக்கிறது. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് அவருடைய சிந்தனைகள் ஒன்றே ஒன்று தீர்க்கிறதுனாலும் குற்றப்படுத்துகிறபடினாலும் അവരുടെ വിചാരങ്ങൾ അവരെ കുറ്റം വിധിക്കുന്നു. அவருடைய சிந்தைகள் அவர்களை குற்றப்படுத்துகிறது. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം കേൾക്കാത്തവർ ന്യായപ്രമാണം ലഭിക്കാത്തവർ മനസാക്ഷിயின் പ്രമാണത്താൽ ന്യായം വിധിക്കപ്പെടും. സുവിശേഷം കേൾക്കാത്തവர்கள் நியாயப்பிரமாணத்தை பெற்றுக் கொள்ளாதவர்கள் மனசாட்சியின் பிரமாணத்தினாலே ആക്കിനത്തിൽക്കുട്പെടുത്തപ്പെടുகிறார்கள். രണ്ടാമത് ന്യായപ്രമാണം ലഭിച്ച യഹൂദൻ ന്യായപ്രമാണത്താൽ ന്യായം വിധിക്കപ്പെടുന്നു. இரண்டாவதாக நியாயப்பிரமாணத்தை பெற்றுக்கொண்ட யூதர்கள் அவர்கள் அந்த நியாயப்பிரமாணத்தினாலே நியாயம் தீர்க்கப்படுகிறார்கள். മൂന്ന് സുവിശേഷം കേട്ടവർ സുവിശേഷത്താൽ ന്യായം വിധിക്കപ്പെടും. மூன்றாவதாக சுவிசேஷத்தை பெற்று கேட்டவர்கள் அந்த சுவிசேஷத்தினாலே நியாயம் தீர்க்கப்படுகிறார்கள். റോമർ 2:16 നാം അത് വായിക്കുന്നു. ரோமர் நிருபம் 2-ாம் அதிகாரம் 16-ாம் വചനത്തിൽ വാസിக்கிறோம். പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പൗൽ അപ്പോസ്തലൻ சொல்கிறார், മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന മനുഷ്യരുടെ അന്തരംഗങ്ങളെ കുറിച്ച് ന്യായത്തീർപ്പ് കൊടുക്കും என்னுடைய സുവിശേഷത്തിൻപടിയെ അത് ന്യായം തീർക്കപ്പെടും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉങ്ങളുടെ ജീവിതത്തിൽ ഒരു മുറയാவது യേശുവിന്റെ ശബ്ദത്തെ കേട്ടിരിപ്പീர்கள். യേശു പാപികളുടെ രക്ഷിതാവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, യേശു പാപികളിൻ രക്ഷകൻ എന്ന് ഒരു മുറയാவது നിങ്ങൾ കേട്ടിരിപ്പീர்கள். ഒരിക്കലെങ്കിലും സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മുറയാவது നിങ്ങൾ സുവിശേഷത്തെ കേട്ടിരിപ്പീர்கள். നിങ്ങൾ കേട്ട ശബ്ദം വെച്ച് ദൈവം ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. നിങ്ങൾ കേട്ടതാണ് ശബ്ദത്തെ വയ്ത്ത് ദേവൻ ന്യായം തീർക്കக்கூடிയതാണ് ഒരു നാളുണ്ട്. സുവിശേഷത്താൽ ന്യായം വിധിക്കപ്പെടും. സുവിശേഷത്താൽ ന്യായം തീർക്കപ്പെടുവാர்கள். ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ന്യായവിധിയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തിനൊക്കെയാണ് ന്യായം വിധിക്കപ്പെടുന്നത്? അടുത്തதாக എதற்காக ന്യായം തീർക്കപ്പെടുகிறார்கள் എന്ന് பார்க்கும்போது, മനുഷ്യന്റെ സകല പ്രവർത്തികൾക്കും ന്യായം വിധിക്കും. ഒന്ന്, മനുഷ്യരുടെ സകല ക്രിയകൾക്കും ന്യായത്തീർപ്പ്. സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു. അതായത് പ്രസംഗിൻ പുസ്തകം 12-ാം അധികാരം 14-ാം വചനത്തിൽ വാസിக்கிறோம். മനുഷ്യന്റെ സകല പ്രവർത്തികളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയാന്ന, அதாவது மனிதனுடைய சகல கிரியைகளையும் நியாய விஸ்தார சபையில் கொண்டு வருவார் என்று அறி என்று சொல்லப்படுகிறது. 13-ഉം 14-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയാ വായിക്കും. 13-14 വചനത്തിൽ இப்படி காண்கிறோம். എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, കാര്യത്തിൻ കടൈത്തൊകை കേൾപ്പോமாக, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, ദേവനുക്ക് ഭയന്ന് അവരുടെ കൽപ്പനകളെ കൈക്കൊൾ, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അതുതാൻ എല്ലാ മനുഷ്യർക്കും தேவையானது. ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും
தேவன் நன்மையானதும் தீமையான இங்கிற எப்படி எல்லா கிரியைகளுக்கும் സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. இப்படி சகல அந்தரங்கமான காரியங்களையும் நியாயத்தீர்ப்பு நாளில் கொண்டு வருவார். സകല പ്രവർത്തികളും ന്യായവിസ്താരത്തിനായി കൊണ്ടുവരും. எல்லா கிரியைகளும் நியாயத்தீர்ப்பு நாளில் கொண்டு வரப்படுகிறது. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടണം. ஆனபடினாலே மனிதன் தேவனுக்கு பயப்பட வேண்டும். ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം. தேவனுடைய கற்பனைகளை கைக்கொள்ள வேண்டும். അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. அதுதான் சகல மனுஷருக்கும் இன்றியமையாதது. പളുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടുന്ന കാര്യം ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുകയാണ്. பலகளில் ஜாதி மத வித்தியாசமில்லாதபடி எல்லாருக்கும் தேவையானதை இந்த இரவில் நாங்கள் சொல்கிறோம். ദൈവത്തെ ഭയപ്പെടണം. தேவனுக்கு பயப்பட வேண்டும். ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. தேவனுடைய கற்பனைகளை கைக்கொள்ள வேண்டும். നിങ്ങൾ ചോദിക്കുക, എന്തിന് ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടണം? நீங்கள் கேட்பீர்கள், எதற்கு நாங்கள் தேவனுக்கு பயப்பட வேண்டும்? ദൈവത്തിന്റെ കൽപ്പന എന്തിനു പ്രമാണിക്കണം? தேவனுடைய கற்பனை எதற்கு கைக்கொள்ள வேண்டும்? കാരണം ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും ന്യായവിസ്താരത്തിലേക്ക് വരും. காரணம் என்னவென்றால் நன்மையானாலும் தீமையானாலும் சகல கிரியைகளையும் நியாயத்தீர்ப்பு நாளில் கொண்டு வருவார். രണ്ടാമത് മനുഷ്യന്റെ സകല രഹസ്യങ്ങളും അവിടെ വെളിപ്പെടും. இரண்டாவது மனிதனுடைய சகல அந்தரங்கமான காரியங்களும் அங்கே வெளிப்பட்டு வருகிறது. റോമർ 2:16 അത് കാണാൻ കഴിയും. ரோமர் நிருபம் 2:16 அதை குறித்து காண்கிறோம். ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുമെന്ന്. தேவன் மனிதனுடைய அந்தரங்கங்களை நியாயம் தீர்க்கிறார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். സഭാപ്രസംഗി 12:14 അത് കാണാൻ കഴിയും. பிரசங்கின் புஸ்தகம் 12:14 காண்கிறோம். ഏത് മനുഷ്യനും ഒരു രഹസ്യ മണ്ഡലമുണ്ട്. மனிதனுடைய எந்த மனிதருக்கும் ஒரு அந்தரங்கமான அனுபவம் உண்டு. മറ്റൊരു മനുഷ്യൻ അറിയാത്ത ഒരു രഹസ്യ മേഖല, மற்றொரு மனிதன் அறியாத ஒரு அந்தரங்கமான ரகசியமான ஒரு பகுதி உண்டு. ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് ചില രഹസ്യ മണ്ഡലങ്ങൾ, புருஷன் அறியாதபடி மறைந்திருக்கக்கூடிய ரகசியமான ஒரு பகுதி மனைவிக்குண்டு. ഭാര്യ അറിയാതെ ഭർത്താവിനുള്ള രഹസ്യ മണ്ഡലം, மனைவி அறியாதபடி புருஷனுக்குள் மறைந்திருக்கக்கூடிய ஒரு ரகசியமான ஒரு பகுதி, മാതാപിതാക്കൾ അറിയാതെ മക്കൾക്കുള്ള രഹസ്യ മണ്ഡലം, தாய் தாப்பன் அறியாதபடி பிள்ளைகளுக்குள் மறைந்திருக்கக்கூடிய ரகசியமான பகுதி, ലോകം അറിയാത്ത മനുഷ്യന്റെ രഹസ്യ മേഖലകൾ, உலகம் அறியாதபடி மனிதனுக்குள் மறைந்திருக்கக்கூடிய ரகசியமான அந்த பகுதி. ഇന്ന് ലോകത്തിൽ എത്രയോ പേർ മാന്യരായി സമൂഹത്തിന്റെ മുൻപാകെ ജീവിക്കുന്നു. இன்றைக்கு உலகத்தில் கனம் பொருந்தியவராய் சமூகத்தில் எத்தனையோ பேர் ஜீவிக்கிறார்கள். അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എത്രയോ മ്ലേച്ഛവും അറപ്പായുമായ ജീവിതം. அவருடைய ரகசிய ஜீவிதத்துக்கு கடந்து செல்லும் பொழுது அருவருப்பும் அசுத்தமும் நிறைந்த ജീവിതத்தை அவர்கள் காணுகிறார்கள். ഇരുട്ടിന്റെ മറവിൽ എന്തെന്ത് മ്ലേച്ഛമായ പ്രവർത്തികൾ, അന്ധകാരത്തിൻ മറവിൽ മോശമായ ദുർക്രിയകളെ ചെയ്യുகிறார்கள். എന്നാൽ അവയെല്ലാം പകൽ വെളിച്ചത്തെന്ന പോലെ വെളിപ്പെടുമെന്ന ബൈബിൾ പറയുന്നു. ஆனால் அது பகலின் வெளிச்சம் போல் வெளிச்சத்தில் வெளிப்படும் என்று வேதம் சொல்கிறது. ഒന്നുപോലും വിട്ടുകളയാതെ ദൈവത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തപ്പെടും. ഒന്നുപോൽ വിടാതെപടി എല്ലാം ദേവനുக்கு മുൻപാകെ வெளிப்படுத்தப்படும். മൂന്നാമതായി മനുഷ്യന്റെ സകല വാക്കുകളും. അടുത്ത് മൂന്നാമதாக മനുഷ്യന്റെ എല്ലാ വാർത്തകൾ. മത്തായിയുടെ സുവിശേഷം 12:36-37 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 12:36-37 മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കുകൾക്ക്, മനുഷ്യൻ പേസக்கூடியதான எந்த വീൺ വാർത്തയ്ക്കും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ന്യായത്തീർപ്പിൻ നാളിലെ കണക്കൊപ്പിக்க வேண்டும். പലരും പറയുന്നത് ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങ് പറഞ്ഞതാ. ചിലർ சொல்கிறார்கள் நான் சிந்திக்காதபடி பலது சொல்லிவிட்டேன். എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല, ഞാൻ പിന്നെ വെറുതെ അങ്ങ് പറഞ്ഞെന്നോ. என்னுடைய இதயத்தில் ஒன்றுமில்லை, இப்படி நான் சும்மா அப்படி சொல்லிவிட்டேன். അങ്ങനെയൊന്നും പറഞ്ഞ അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇവിടെ പറ്റിയേക്കും. இப்படி எல்லாம் சொல்லி அங்கே தப்பித்துக் கொள்ள முடியாது, இங்கே தப்பித்துக் கொள்ளலாம். ഈ ന്യായബന്ധം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അംഗീകരിക്കില്ല. இந்த நியாயங்கள் சிங்காசனத்தில் வீற்றிருக்கிறவர்கள் ஏற்றுக்கொள்ள மாட்டார். അവൻ പറയും ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കണം. அவர் சொல்லுவார் எந்த வீண் வார்த்தைக்கும் சாதாரண வார்த்தைக்கும் கணக்கு கொடுக்க வேண்டும். സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. அந்த சகோதரனை பார்த்து வீணனே என்று சொன்னால் அவன் நியாயத்தீர்ப்பின் சபையில் நிற்க வேண்டும். മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. மூடனே என்று சொன்னால் அக்னி நரகத்துக்கு பாத்திரமானாயிருக்கிறார். നാലാമത് മനുഷ്യന്റെ സകല നിരൂപണങ്ങൾ, മനുഷ്യനുடைய സകല ചിന്തകൾ. 1 കൊരിന്ത്യർ 4:5 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. 1 കൊരിന്ത്യർ 4:5 കാണുന്നു. അവൻ ഇരുട്ടിലുള്ളത് വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ ആലോചനകളെ വെളിപ്പെടുത്തുമെന്ന്. അവൾ ഇരുളിൽ മറഞ്ഞിരിക്കുന്നവകളെ വെളിയരങ്കമാക്കി ഇരുദയങ്ങളിൻ യോസനകളെയും വെളിപ്പെടുത്തുகிறார். അതാ ഭയങ്കരം. அதுதான் பயங்கரமானது. ഹൃദയത്തിന്റെ ആലോചന, ഇരുദയത്തിനുடைய യോസനകൾ. അപ്പോഴാണ് തനിനിറം വെളിപ്പെടുന്നത്. அப்பொழுதுதான்
உண்மையான சரியான நிறம் வெளிப்படுகிறது. ഇവിടെ സ്നേഹിതനെ പോലെ കണ്ടപ്പോ ചിരിച്ചു, പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, ചുംബനം കൊടുത്തു. இங்கே நண்பனை போல கண்டு ஸ்தோத்திரம் சொல்லி முத்தமெல்லாம் கொடுத்தாயிற்று. സ്തോത്രം എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് എന്തോ കൃപ പോലെ വെളിപ്പെട്ടത്. ஸ்தோத்திரம் என்று சொல்லும் பொழுது அதில் ஏதோ கிருபை வந்தது போல இருந்தது. എന്നാ അകത്തെന്തുവായിരുന്നു അറിയാം? ஆனா உள்ளே என்ன இருந்தது தெரியுமா? ദുഷ്ട അതായിരുന്നു ഹൃദയത്തിൽ. கொடூரமானவன் என்றான் அந்த சிந்தை. അവസരം കിട്ടട്ടെ, ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്നാ. தருணம் வரட்டும், எல்லாம் நான் பார்த்துக் கொள்கிறேன். വാക്ക് സ്വത്രം, അകത്ത് ഈ നിരൂപണം. உள்ளே வெளியே பார்க்கும் பொழுது மிகவும் அருமையான அனுபவம், உள்ளே தந்திரமான நிலவரம். അത് അതേപോലെ അങ്ങ് വെളിപ്പെടുന്നത്. இந்த அனுபவம் இப்படியே அங்கு வருகிறது. ഹൃദയത്തിന്റെ ആലോചനയെ വെളിപ്പെടും. இதயத்தின் ஆலோசனை யோசனை வெளிப்படுகிறது. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അടുത്തതായി ജീവന്റെ പുസ്തകം തുറക്കും. அடுத்ததாக ஜீவ புஸ்தகம் திறக்கப்படுகிறது. അതിനകത്ത് പേരുണ്ടോന്നാ നോട്ടം. അതിന് പേര് இருக்கிறதா அதான் பார்வை. ഈ വന്ന് നിൽക്കുന്നവരുടെ പേര് അതിനകത്തുണ്ടോ? இங்கு வந்து நிற்கக்கூடிய பேர் அந்த புஸ்தகத்தில் இருக்கிறதா? ആദ്യം മുതൽ മറിച്ച് നോക്കും. முதல் துவக்கம் முதல் முடி வரை திருப்பி பார்க்கப்படுகிறது. അവിടെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. அங்கே சொல்லப்படுகிறது, ஜீவ புஸ்தகத்தில் பேர் எழுதப்படாதபடி காணப்பட, அதுவா பேரில் எழுதி காணாதவன் யாருண்டோ அவன் அக்கினி கடலில் தள்ளப்பட்டான். ഇന്ന് രാത്രിയിൽ ഉറപ്പ് വരുത്തണം, എന്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിലുണ്ടെന്ന്. இன்றைக்கு இரவில் உறுதிப்படுத்த வேண்டும், என்னுடைய பேர் பரலோகத்தில் புஸ்தகத்தில் உண்டா? ഇന്നലെ ഒന്ന് രണ്ടു പേർ എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ. இன்றைக்கு நேற்று சிலர் வந்து என்னிடத்தில் ஜெபிக்கும்படி வந்தார்கள். ഞാൻ അവരോട് സുവിശേഷം പറയാം. நான் அவரிடத்தில் சுவிசேஷம் சொன்னேன். പാരമ്പര്യ ക്രിസ്തീയ സഭയിൽപ്പെട്ടത്. அவர்கள் பாரம்பரிய கிறிஸ்துவ சபையில் உட்பட்டவர்கள். ഞാൻ ഒരാളോട് ചോദിച്ചു, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? நான் அவரிடத்தில் கேட்டேன், பரலோகத்தில் உங்களுடைய பேர் எழுதப்பட்டிருக்கு என்று சொல்ல முடியுமா? ഇങ്ങനൊക്കെ നോക്കുക. அவர்கள் கண் திருகி திருகி பார்க்கிறார்கள். സ്വർഗത്തിൽ പേരെഴുതുകയാണ്. பரலோகத்தில் பேர் எழுதுதா? ബൈബിൾ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. வேதாகமம் சொல்கிறது, ஜீவபுஸ்தகத்தில் பேர் எழுதப்படாதவன் எவனோ அவன் அக்கினி கடலில் தள்ளப்பட்டான் என்று. പറയുക, അങ്ങനെ ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. அவர் சொல்லுகிறார், அந்த அளவுக்கு உறுதியாக சொல்ல முடியாது. ഞാൻ പറഞ്ഞു, ഇന്ന് നിശ്ചയം പ്രാപിച്ചോണ ഇല്ലേ പോക്കാന്ന് പറഞ്ഞു. நான் சொன்னேன், இன்றைக்கே நீங்கள் உறுதிப்படுத்த வேண்டும், நிச்சயப்படுத்திக் கொள்ள வேண்டும், இல்லாவிட்டால் கஷ்டம்தான் என்று. ബാക്കിയൂടെ പറയുന്നതിന് മുമ്പ് അവർ എഴുന്നേറ്റ് എന്നാ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടാട്ടെ. இன்னும் கொஞ்சம் கூட சொல்ல வேண்டி இருந்தது. அதை சொல்ல நான் தொடங்கின பொழுது அவர்கள் எழும்பி ஜெபிக்கும்படி சொன்னார்கள். മനസ്സിലായി, അടുത്ത ബോംബൂടെ വരുന്ന വന്നാ പിന്നെ ഇവിടെ നിൽക്കക്കള്ളില്ലെന്ന്. அவர்கள் மனிதர்கள் அடுத்த குண்டு வந்து விழுந்து விட்டால் பிற்பாடு இங்கே நிற்க முடியாது. ഇന്ന് രാത്രിയിൽ നിശ്ചയം വരുത്തിക്കൊള്ള, എന്റെ പേരെവിടെയുണ്ടോ? இன்றைக்கு இரவில் உறுதிப்படுத்திக் கொள்ளுங்கள், என்னுடைய பேர் அங்கே இருக்கிறதா? ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ஜீவ புஸ்தகம் என்ற மற்றொரு புஸ்தகம் திறக்கப்பட்டது. അതിൽ പേരുണ്ടോ എന്നാണ് അടുത്ത നോട്ടം. அடுத்த பார்வை என்னவென்றால், அங்கு பேர் இருக்கிறதா? എപ്പോഴാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത്? எப்பொழுது இந்த ஜீவ புஸ்தகத்தில் பேர் எழுதப்படுகிறது? ഒരുവൻ പാപത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടുമ്പോൾ, ஒரு நபர் பாவத்திலிருந்து பூர்ணமான விடுதலை பெறும் பொழுது, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് பாவத்தை அறிக்கை செய்து விட்டுவிட்டு യേശുവിൻ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ, இயேசுவின் ரத்தத்தினாலே பரிசுத்தமாக்கப்படும் பொழுது, ആ ദൈവപുത്രനായി തീരുമ്പോൾ, தேவனுடைய பிள்ளையாய் மாறும் பொழுது, ദൈവ മക്കളായി മാറ്റപ്പെടുമ്പോൾ, தேவனுடைய பிள்ளைகளாய் மாறும் பொழுது, അവന്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. அவனுடைய பேர், அவனுடைய நாமம் ஜீவ புஸ்தகத்தில் எழுதப்படுகிறது. ഈ ന്യായവിധിയിൽ നിന്ന് വിടുതൽ നേടാനുള്ള ഏക മാർഗം, ഈ ന്യായവിധിയിൽ നിന്ന്, இந்த நியாயத்தீர்ப்பிலிருந்து விடுதலை பெறும்படியாய் ஒரே வழி യേശുവിങ്കലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. இயேசுவினிடத்தில் வந்து சேர்வதென்பது 2000 ആണ്ടുകൾക്ക് മുൻപ്, 2000 வருஷங்களுக்கு முன்பாக മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി மனிதனுடைய ரட்சிப்புக்காக ഗൊൽഗോഥ മലമുകളിൽ അവസാനത്തെ തുള്ളി രക്തവും ചിന്തി മരിച്ച கொல்கோதா மலையில் கடைசி சொட்டு ரத்தத்தையும் சிந்தி மரித்ததான ആ യേശുവിങ്കലേക്ക് കടന്നു വന്ന് அந்த இயேசுவினிடத்தில் கடந்து வந்தார். പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, பாவங்களை அறிக்கை செய்து விட்டு விடும் பொழுது, പരിശുദ്ധ രക്തം ഒരുവന്റെ പാപത്തെ കഴുകി മായ്ച്ചു കളയുന്നു. அந்த பரிசுத்த ரத்தம் பாவத்தை கழுகி இல்லாமலாக்கி விடுகிறது. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പാപം മായ്ക്കപ്പെടുമ്പോൾ, இங்கே உங்களுடைய ജീവിതത്തിനുடைய பாவங்கள் அழித்து மாற்றும் பொழுது, സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാപവും മായ്ക്കപ്പെടും. பரலோகத்தில்
പുസ്തകത്തിൽ എഴുതപ്പെട്ട പാപങ്ങളും അങ്ങേ നീക്കപ്പെടുகிறது. ഇവിടെ ഏത് പാപം മായ്ക്കപ്പെടാതെ ജീവിതത്തിലുണ്ടോ? ഇങ്ങേ എന്താ പാപം ഇങ്ങേ നീക്കപ്പെടാതെ ജീവിതത്തിലുണ്ടോ? അത് തീർച്ചയായും സ്വർഗത്തിലെ പുസ്തകത്തിലുമുണ്ട്. അത് അങ്ങേ നിശ്ചയമാക പരലോകത്തിൽ പുസ്തകത്തിലുണ്ട്. പുസ്തകങ്ങൾ തുറക്കുമ്പോൾ പാപം വെളിപ്പെട്ട് വരാതിരിപ്പാൻ, പുസ്തകങ്ങൾ തുറക്കുമ്പോൾ പാപങ്ങൾ വെളിപ്പെട്ട് വരാതിരിക്കുമ്പടി ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് ഇത് മായ്ച്ചു കളയുക എന്നുള്ളതാണ് ഏക വഴി. இப்பொழுது பூமியில் இருக்கும்போது அந்த பாவத்தை அழித்து கழுகி நீக்கிவிடுவது என்பதான் சரியான வழி. കഴുകുവാനുള്ള ഏകമാർഗം യേശുവിൻ രക്തമാണ്. കഴുകக்கூடிയതാന മെയ്யான ഒരു മാർഗം യേശുവിനുடைய രക്തം. അവന്റെ പുത്രനായ യേശുവിൻ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവരുടെ കുമാരനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. പാപം ശുദ്ധീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. പാപങ്ങൾ അതായത് ശുദ്ധീകരിക്കപ്പെടും പൊழுது പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുகிறது. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളി. ജീവപുസ്തകത്തിൽ എഴുതപ്പെടാതവനാക കാണപ്പെടാതവൻ എവനോ അവൻ അഗ്നിക്കടലിൽ തള്ളപ്പെട്ടാൻ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കും. എല്ലാവരും കണ്ണുകളെ മൂടുവോ, മുഴങ്കാൽ മടക്കാം. മുഴങ്കാലുകളെ മടക്കുവോ. ഒരു ദൈവസിംഹാസനം സ്ഥാപിക്കപ്പെടാൻ പോകും. ഒരു ദേവനുടെ സിംഹാസനം സ്ഥാപിക്കപ്പെട പോകുന്നത്. മനുഷ്യൻ ന്യായം വിധിക്കപ്പെടുവാൻ പോകും. മനിതൻ ന്യായം തീർക്കപ്പെട പോകുവാൻ. പുസ്തകങ്ങൾ തുറക്കപ്പെടും. പുസ്തകങ്ങൾ തിറക്കപ്പെടുகிறது. മനുഷ്യന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു. മനിതനുടെ ക്രിയകൾ വെളിപ്പെടുகிறது. വാക്കുകൾ വെളിപ്പെടും. അവരുടെ വാർത്തകൾ വെളിപ്പെടുகிறது. രഹസ്യങ്ങൾ വെളിപ്പെടും. അവരുടെ അന്തരംഗങ്ങൾ വെളിപ്പെടുகிறது. അവന്റെ ആലോചനകൾ വെളിപ്പെടും. അവരുടെ യോസനകൾ വെളിപ്പെടുகிறது. ഇന്ന് രാത്രിയിൽ അത് കഴുകപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. இந்த இரவில் அது കഴുകപ്പെടുம்படியாக പരലോകം വിരുമ്പുகிறது. അവിടെ അത് വെളിപ്പെടാതിരിപ്പാൻ, അങ്ങ് അത് വെളിപ്പെട്ട് വരാതിരിക്കുമ്പടി രാത്രിയിൽ കഴുകുവാൻ இந்த இரவில் കഴുകുമ്പടി കണ്ണുകളെ അടയ്ക്കാൻ, കണ്ണുകളെ മൂടുവോ. എല്ലാവരും മുഴങ്കാൽ യാവരും മുഴങ്കാലിൽ നിൽപ്പോം. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവർ ആരായിക്കൊള്ളട്ടെ, இந்த இரவில் இங்க இருக்கக்கூடிய யாராயிருக்கட்டும், ഈ ശബ്ദപരിധിക്കുള്ളിലുള്ളവർ ആരായിക്കൊള്ളട്ടെ, இந்த സപ്തത്തിനുള്ളിൽ இருக்கக்கூடிய யாராயிருக்கட்டும், നിങ്ങളുടെ ജീവിതത്തിൽ കഴുകപ്പെടാത്ത ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു പാപം ശേഷിക്കുന്നെങ്കിൽ, உங்களுடைய ജീവിതത്തിൽ കഴുകപ്പെടാതപടി ശുദ്ധീകരിക്കപ്പെടാതപടി ഏதாவது ഒരു പാപം മിഞ്ചി இருக்குமானால் അത് ദൈവസിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടാതിരിപ്പാൻ, അത് ദേവസിംഹാസനത്തിക്ക് മുൻപാകെ വെളിപ്പെട്ട് വരാതിരിക്കുമ്പടി യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി അവൻ നിങ്ങളെ കഴുകുവാൻ ആഗ്രഹിക്കുന്നു. ആ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സിൽ തളിക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സിൽ തളിക്കപ്പെടട്ടെ. തളിക്കപ്പെടട്ടെ. ശരീരത്തിൽ തളിക്കപ്പെടട്ടെ. തളിക്കപ്പെടട്ടെ. കണ്ണുകളിൽ തളിക്കപ്പെടട്ടെ. തളിക്കപ്പെടട്ടെ. അതരങ്ങളിൽ തളിക്കപ്പെടട്ടെ. തളിക്കപ്പെടട്ടെ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും തളിക്കപ്പെടട്ടെ. ശരീരത്തിൽ ഓരോ അവയവങ്ങളും തളിക്കപ്പെടുവതാണ്. ഇപ്പോൾ തളിക്കപ്പെടുന്നു എങ്കിൽ, ഇപ്പോഴും തളിക്കപ്പെടുമെന്ന് അത് പൂർണ്ണമായി മാഞ്ഞു പോവുകയാണ്. അത് പൂർണ്ണമായി നീക്കപ്പെടും. പൂർണ്ണമായി മായിക്കപ്പെടുകയാണ്. അത് മായിക്കപ്പെടട്ടെ. അപ്പോൾ സ്വർഗത്തിലെ പുസ്തകത്തിലും അത് മായിക്കപ്പെടുന്നു. പരലോകത്തിൽ പുസ്തകത്തിൽ അത് മാറ്റപ്പെടുകയാണ്. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. പരലോകം തുറന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തം ചിന്തകൾക്ക് ഒഴുകി വരുகிறது. ഇപ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരുടെ മേൽ, തങ്ങളെ തന്നെ താഴ്ത്തുന്നവരുടെ മേൽ, പാവങ്ങളെ ഏറ്റുപറയുന്നവരുടെ മേൽ, പാവങ്ങളെ അരിക്കുന്നവരുടെ മേൽ ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. அந்த രക്തമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രക്തം ഇപ്പോൾ നിങ്ങളെ കഴുകിക്കൊണ്ടേയിരിക്കുന്നു. அந்த രക്തം ഇപ്പോൾ നിങ്ങളെ കഴുകുகிறது. പാവങ്ങളെ മായിക്കുന്നു. പാവങ്ങളെ കഴുകി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിനായി ഏൽപ്പിച്ചു. യേശുവിന്റെ രക്തത്തിന് ഒപ്പ് കൊടുങ്ങൾ. മുറ്റും കഴുകണമേ, കഴുകണമേ നാഥ കഴുകണമേ.